സൊദോമിന് വേണ്ടി സംസാരിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ്, കഴിയുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് പ്രാർത്ഥനാമുറിയിൽ നീ അനുഭവിച്ചറിയുന്നതെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് പരിധികളുണ്ട്, പക്ഷെ പ്രാർത്ഥനയ്ക്ക് പരിമിതികളില്ല. സഭയ്ക്ക് പരിമിതിയുണ്ട് കേട്ടോ, സഭയുടെ പ്രാർത്ഥനയ്ക്ക് പരിമിതികളില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭയിലെ വിശ്വാസികൾക്ക് ചെന്ന് ദൈവദാസനെ കാരാഗ്രഹത്തിൻ്റെ പുറത്തേക്ക്, ആമേൻ, കാരാഗ്രഹത്തിൻ്റെ പുറത്തേക്ക് വാതിലുകൾ തുറന്നു കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുകയില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് കാരാഗ്രഹത്തിൻ്റെ പുറത്തേക്ക് തങ്ങളുടെ അഭിഷിക്തനെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറഞ്ഞു തുടങ്ങുന്നു, നിനക്ക് കഴിയാത്തടുത്ത് പ്രാർത്ഥനാമുറി നിനക്കൊരു ശരണമായി മാറിയാൽ, ഒരുക്കപ്പെട്ട യാഗപീഠമല്ല കുഞ്ഞേ, ഒരുക്കപ്പെട്ട യാഗപീഠത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ കഴിയുന്ന എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു? യാഗപീഠം ഒരുക്കിയെന്ന് വിചാരിച്ചു മാത്രം തീയിറങ്ങത്തില്ല, അതിനു മുമ്പ് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ. ഇടിവെല്ലാം നീ ആമേൻ നികത്തിയായിരിക്കാം, ഈ 15 ദിവസം കൊണ്ട് നിന്റെ ഉടച്ചിലെല്ലാം നീ പണിതായിരിക്കാം. പക്ഷേ യാഗപീഠത്തിൽ എല്ലാം ഒരുക്കി എന്ന് വിചാരിച്ച് മാറി നോക്കിയിരുന്നാൽ ദൈവം ഇറങ്ങത്തില്ല. ഒരുക്കപ്പെട്ട യാഗപീഠത്തിനപ്പുറത്ത് മുട്ടുമടക്കാൻ തയ്യാറായാൽ ആ പ്രാർത്ഥനാ ശബ്ദത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുമെന്ന് ആത്മാവി തിരിച്ചറിയുന്ന ദൈവമക്കള് 1-2 നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരുക്കപ്പെട്ട യാഗപീഠത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ, ഒരുക്കപ്പെട്ട യാഗപീഠത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാൽ, അതിലെത്ര വെള്ളം കോരിയൊഴിച്ചാലോ, ആ വിറക് എത്ര തണുത്തു പോയാലോ അതിനെ കത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വചനം അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, വചനം അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരവും കർത്താവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന അങ്ങയുടെ തിരുസാന്നിധ്യത്തിനും അങ്ങയുടെ കരത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ ചില സമയത്ത് ദൈവം റിജക്റ്റ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിന് നമ്മെ ആവശ്യമില്ലെന്നുള്ളതല്ല, അതിൻ്റെ പിൻപിൽ നാം അറിയാത്തതൊന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് നാം ഇവിടെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം ചില പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാത്തതല്ല, ചില മേഖലകൾ ചില റിജക്ഷനുകൾ നടന്നിട്ടുണ്ട്. അത് പിശാചിൻ്റെ പദ്ധതിയല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിലേറ്റവും വലിയ തെളിവാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു. ഗദരദേശത്തേക്ക് യേശു ചെന്നു. നോക്കണ്ട, ഗദരദേശത്തേക്ക് യേശു കർത്താവ് ചെല്ലുമ്പം ഭൂതഗ്രസ്തൻ പറയുന്നൊരു പദമുണ്ട്, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഞാനിങ്ങനെ അസഹ്യപ്പെടുകയാണ്, ഞാനിങ്ങനെ വേദനിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് അവൻ്റെ മേലുള്ള ഭൂതത്തെ യേശു കർത്താവ് ശാസിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഭൂതത്തെ യേശു ശാസിക്കുന്ന സമയത്ത് ആ ദുരാത്മാക്കൾ കർത്താവിനോടൊരു റിക്വസ്റ്റ് ചെയ്തു. സ്തോത്രം. 6000 ദുരാത്മാക്കൾ ഒന്നിച്ചൊരു റിക്വസ്റ്റ് നടത്തി, ഞങ്ങളെ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ടൊന്ന് വിടണം. എൻ്റെ ചിന്ത, പിശാച് പോലും ദുരാത്മാക്കൾ പോലും ഐക്യതയോടെ പറഞ്ഞപ്പം ദൈവം അനുവാദം കൊടുത്തു. എത്ര പേർക്ക് അതൊന്ന് മനസ്സിലാകുന്നു? ഈ ദുരാത്മാക്കൾക്കുള്ള ഏറ്റവും വലിയ ഗുണം, ഇവർ ഐക്യതയോടെയാണ് പറഞ്ഞത്, ഞങ്ങളെ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ടൊന്ന് പോയിക്കൊള്ളട്ടെ. സ്തോത്രം. നമ്മുടെ ഇടയിലില്ലാത്തൊരൈക്യത ദുരാത്മാക്കളുടെ ഇടയിൽ വെളിപ്പെട്ടെന്നുള്ളതാണ് സത്യം. അവർ ഒന്നിച്ച് അപേക്ഷിച്ച കാര്യം, അപേക്ഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാ, അപേക്ഷിച്ച കാര്യം സ്വർഗത്തിലെ ദൈവം കേട്ടു. അവരെ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് സ്വർഗത്തിലെ ദൈവം വിട്ടു. അപ്പം ദുരാത്മാക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. 2, ഈ ദൈവപ്രവൃത്തി നടന്നപ്പോൾ പന്നിക്കൂട്ടം അവരുടെ ബിസിനസ്സായിരുന്നു ആ ദേശത്തിൻ്റെ. ആ ബിസിനസ് തകർന്നെന്ന് കണ്ടപ്പം നാട്ടുകാർ കൂടി വെച്ച് പറഞ്ഞു, ഈ അതിര് വിട്ട് നീ ഒന്ന് പോകണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരാത്മാവിൻ്റെ വിലയൊന്നുമല്ലായിരുന്നു അവർക്ക് വലുത്, അവരുടെ ബിസിനസ് തകർന്ന അവർക്ക് വലുത്. അതുകൊണ്ട് അവരുടെ ബിസിനസ് തകരുന്ന മേഖല യേശു ചെയ്തുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, അതിര് വിട്ട് നീ ഒന്ന് പോകണമെന്ന് അവനോട് അപേക്ഷിച്ചു.
രണ്ടാമത്തെ അപേക്ഷയും സ്വർഗത്തിലെ ദൈവം കേട്ടു. യേശു തൻ്റെ അധികാരം ഉപയോഗിച്ചില്ല, യേശു അവരെ ശാസിച്ചില്ല, യേശു കർത്താവ് അവർക്കെതിരെ ഒന്നും പറയാതെ ആ ഗദരദേശത്തിൻ്റെ അതിര് വിട്ട് യേശു തിരിച്ചു പോരുകയാ. അപ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ, ഒന്നുകൂടി പറഞ്ഞാൽ ഭൂതശക്തി വിട്ടുമാറിയവൻ, മൂന്നാമതൊരപേക്ഷ, ഞാനും നിന്റെ കൂടെ പോരട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണേ. നോർമലി 2 വിഷയം അവൻ്റെ മുമ്പിൽ മറുപടി കൊടുക്കുന്നത് അവൻ കണ്ടതാ. അവൻ്റെ അടുത്ത വിഷയം, ഞാൻ പറയുന്നതിനും ഒരു മറുപടി നീ തരണം, ഞാൻ നിന്റെ കൂടെ ഒന്ന് വന്നോട്ടെ. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നീ പോകുന്നിടത്തൊക്കെ ഞാനും ഒന്ന് വരട്ടെ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ മറുപടിയെ റിജക്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. പല മറുപടികളും നീ കാണുമ്പോഴും നീ യാചിക്കുന്ന ചില വിഷയത്തെ സ്വർഗത്തിലെ ദൈവം റിജക്റ്റ് ചെയ്യുമ്പം നിന്നോട് സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പട്ടണത്തെ പിടിച്ചടക്കാൻ ഇവനിലൂടെ ഒരു ദൈവത്തിൻ്റെ കരത്തെ സ്വർഗത്തിന് വെളിപ്പെടുത്തണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞപ്പം ദക്കപ്പുലി നാടെന്ന് പറയുന്നത് 10 ജില്ലകൾ ഒന്നിച്ചുകൂടുന്ന ഒരു തലസ്ഥാന നഗരിയാണ് ദക്കപ്പുലി നാടെന്ന് പറയുന്നത്. യേശു കർത്താവ് എന്തിനെന്നറിയാമോ റിജക്റ്റ് ചെയ്തത്? നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ല, പിടിക്കപ്പെട്ട് കിടന്ന നിന്നിലൂടെ ആ പട്ടണത്തിന്റെ നടുവിൽ നിന്നെ മാനിക്കത്തക്ക നിലവാരത്തിൽ ഒരത്ഭുതം ചെയ്യാനാണെന്ന് ചില റിജക്ഷനുകൾ വരുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂത, ചില റിജക്ഷനുകൾ വരുമ്പോൾ, ചില ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, മാറണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും അവിടെ തന്നെ ദൈവം നിർത്തിയത് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി, എന്റെ വാക്കിൽ എടുത്തു പറഞ്ഞാൽ ഒരു റിവൈവൽ നിന്നിലൂടെ തുടങ്ങാൻ. അവിടെയൊന്നും പ്രാർത്ഥന കേൾക്കാഞ്ഞതെന്നറിയാമോ? എൻ്റെ ദൈവത്തിന് നീ നിൽക്കുന്നിടത്ത് വെച്ച് തന്നെ നിന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി വെളിപ്പെടാനുണ്ട്. നീ വിചാരിച്ചു നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ യാചനകൾ ദൈവം തടഞ്ഞതല്ല. ചില റിജക്ഷനുകൾ വരുന്നത് വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാത്തതുപോലെ നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയേച്ച് അവൻ്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടാനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, അനുഭവമുള്ള അഭിഷിക്തന്മാരുണ്ടെങ്കിൽ, ചില സമയങ്ങളിലെ വേദനകൾ ആരുടെ കൂടെയും നിർത്താതെ ഒറ്റയ്ക്ക് നിർത്തിയത് എൻ്റെ ദൈവത്തിന്റെ കരമാ. വിടുതൽ തന്ന യേശു പോലും കൂടെ കൊണ്ടുപോകാതെ മാറ്റി നിർത്തിയത് ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടിയാ. അവിടെ എനിക്ക് ഒരുപാട് ധൈര്യം തന്നത്, ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് പോലെ ആ വിഷയത്തിനൊരു മറുപടി ലഭിച്ചില്ലേലും അതൊരു റിജക്റ്റഡായ ഒരു ആൻസറാണ് കിട്ടുന്നതെങ്കിലും അതിനപ്പുറത്ത് നമ്മെ നിർത്താൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത്. പൗലോസ് അപ്പോസ്തലനും ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു റിജക്റ്റഡായിട്ടുള്ള ആൻസറാണ് കർത്താവ് കൊടുത്തേ. അപ്പോഴും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നീ നിഗളിച്ചു പോകാതിരിക്കണം. പൗലോസിൻ്റെ വെളിപ്പാട് ഒരു അസാധാരണ വെളിപ്പാടാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവിങ്കിൽ നിന്ന് ഇതുപോലെ പ്രാപിച്ച വേറൊരു വ്യക്തി തിരുവചന പഠനത്തിനകത്ത് നമുക്ക് ലഭ്യമല്ല. വേദശാസ്ത്രപരമായി ചിന്തിക്കുമ്പം ആ പിശാചിനെ അനുവദിച്ചു തന്നെ ഒരു ശൂലം തന്നെ കർത്താവ് പൗലോസിൻ്റെ മേൽ ഇങ്ങനെ കൊടുത്തേക്കുക. അത് എന്താന്നൊക്കെ പല ചിന്തകൾ പറയുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം, പിശാചിൻ്റെ ഒരു ചെറിയ സഹായം കൂടെ കൊടുത്തേച്ച് ഇവനെ നിർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ചില ശോധനകൾ നിനക്ക് അനുവദിക്കുമ്പം തന്നെ, ചില പരിശോധനകളുടെ അകത്തുകൂടി കടക്കുമ്പോൾ തന്നെ അതിൻ്റെ പിൻപിലൊരു പൈശാചിക കരമുണ്ടെങ്കിലോ അതിൻ്റെ പിൻപിലുള്ള ആഗ്രഹം എന്നാന്നറിയാമോ? നീ നിഗളിച്ചു പോകാതിരിക്കാൻ, നീ അഹങ്കരിച്ചു പോകാതിരിക്കാൻ, നീ ദൈവകൃപയെന്ന് പോകാതിരിക്കാൻ എൻ്റെ ദൈവം നിന്നെ നിർത്തുകയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കള് കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. സാധ്യതയുണ്ട് പ്രിയരെ.
ചില വെളിപ്പാടുകൾ നിനക്ക് ലഭിച്ചാൽ നിഗളിച്ചു പോകാതിരിപ്പാൻ എന്റെ ദൈവം ചിലത് അനുവദിച്ചെങ്കിൽ അധൈര്യപ്പെട്ടു പോകരുത്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം. വെളിപ്പാടുള്ളവന് ദൈവത്തിന് ആവശ്യമുണ്ട്, തെരഞ്ഞെടുത്തവന് ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചില പരിശോധനകളുടെ ഇടയിൽ പിശാചിൻ്റെ ചില അനുവാദം കൂടെ വേണമെങ്കിൽ കിടക്കുന്നെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഇടയിൽ നീ നിൽക്കുമ്പോഴും അധൈര്യപ്പെടണ്ട. നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ, നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ, നീ അഹങ്കരിച്ചു പോകാതിരിപ്പാൻ, നരകയോഗ്യനായി തീരാതിരിക്കാൻ, നിത്യതയിൽ ഒരു പ്രതിഫലം തരാൻ അല്പനാളിലെ ശോധന എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി കൊടുക്കുക. അവിടെ സ്വർഗം പറയാ, ബലഹീനത വന്നാലോ എന്റെ ശക്തി ഞാൻ നിന്റെ മേൽ അയക്കാൻ പോകുകയാ. ശോധന വന്നാലോ വലിയ ദൈവ സാന്നിധ്യം നിനക്ക് ഇറങ്ങുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. ചില ശോധനകൾക്ക് മറുപടിയില്ലെന്ന് പറയുമ്പോ, ചില വിഷയങ്ങൾക്ക് മറുപടിയില്ലെന്ന് പറയുമ്പോ സ്വർഗം പറയുന്നു, ഇല്ല പ്രിയരേ, നിന്റെ മേൽ അവന്റെ ശക്തി. ആരൊക്കെമേലോ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുകയാ. പലരും നിന്നെ നോക്കി ചോദിച്ചു, നിന്റെ വിഷയത്തിന്റെ മറുപടി എവിടെ? നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ നിയോഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാനാണോ? എന്റെ സ്വർഗം പറയുന്നു, നിഗളിക്കാതിരിക്കാൻ. സ്തോത്രം. അതുകൂടി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തലക്കനം വരാൻ സാധ്യതയുള്ളത് അഭിഷേകം പ്രാപിച്ചവന്റെ മുകളിലാണ്. അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിപ്പാൻ ചിലത് ദൈവം അനുവദിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായിക്കോ. സ്വർഗം അന്ത്യം വരെ നിർത്താൻ ദൈവം ശക്തനാ. യേശു കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഞാൻ എൻ്റെ വചന പഠനത്തിൻ്റെ ഇടയിൽ യേശു തൻ്റെ ശിഷ്യഗണങ്ങളെ തൻ്റെ കൂടെ ഇരുപ്പാൻ, ശുശ്രൂഷിക്കാൻ എല്ലാം കൂടെ കർത്താവ് വിളിച്ചത്. പക്ഷെ ഈ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഈ 12 പേരുടെയും കുടുംബം എവിടെയെങ്കിലും പട്ടിണി കിടന്നെന്ന് ഇതുവരെ വചനത്തിൽ വായിച്ചിട്ടില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സാധാരണഗതിയിൽ മീൻപിടുത്തക്കാരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് മീനെ പിടിച്ച് അതിനകത്തുള്ള നന്മ കൊണ്ടാണ്. ഇത് വിട്ടേച്ച ഇവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത്. ഇതുവരെ ആരുടെയും, അവരിൽ പലരും വിവാഹിതരായിരുന്നു, അവരുടെ ഭാര്യമാരൊന്നും വന്ന് യേശുവിനോട് പരാതി പറഞ്ഞിട്ടില്ല, നിന്റെ കൂടെ കൂടിയത് കൊണ്ട് ഞങ്ങളുടെ കുടുംബം അനാഥമായെന്ന്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, വേറിട്ട് നിന്റെ കുടുംബത്തിനകത്ത് നിറങ്ങിയത് കൊണ്ട് ചില ശോധനകൾ അനുഭവിച്ചെങ്കിലും, പട്ടിണികളുടെ ചില ശോധനകൾ അല്പസമയം ഒരുപക്ഷെ കയറി വന്നാലും അതിനപ്പുറത്ത് ദൈവം നിന്നെ നിർത്തിയതിൻ്റെ പദ്ധതി അവൻ നിനക്ക് വേണ്ടി കരുതും എന്നുള്ളതിൻ്റെ ഉറപ്പാ. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? അവൻ നിനക്ക് വേണ്ടി കരുതിയില്ലേ? അവൻ നിന്നെ മാനിച്ചില്ലേ? അവൻ നിന്നെ നടത്തിയില്ലേ? വന്ന ചില വേദനകളുടെ അകത്ത് നിന്ന് ഇത്രത്തോളം എന്റെ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, അവന്റെ പുറകെ ഇറങ്ങിയവൻ പട്ടിണി കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാ, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇറങ്ങിയവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം മുഴുവൻ കർത്താവ് നോക്കി. വിശ്വസിക്കുന്നുണ്ടോ? ഇന്നും ചിലർ വിശ്വസിക്കുന്നു, എൻ്റെ വിഷയത്തിൻ്റെ മറുപടി ആര് തരും? നീ അവൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണോ? അവന് വേണ്ടി ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണോ? ലവലേശം അധൈര്യപ്പെടാതെ നിനക്ക് വേണ്ടി വന്ന അത്ഭുതം ചെയ്യാൻ കർത്താവിനറിയാം. ഒരുപക്ഷെ നിന്റെ ഭവനത്തിനുള്ളിൽ രോഗിയായി കിടക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ വരെ പത്രോസിനെ റിജക്റ്റ് ചെയ്യാതെ കൂടെ നടന്ന പത്രോസിന്റെ കുടുംബത്തിൽ ചെന്ന് അവരെ സൗഖ്യമാക്കിയ ഒരു കർത്താവിനെ ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നേ. ആത്മനിയോഗമുള്ള ദൈവമക്കൾ ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിന്റെ കൂടെ ഇറങ്ങി എന്ന് വിചാരിച്ച് ആരൊക്കെ നിന്നെ തള്ളിയാലോ, ആരൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞാലോ, ആരൊക്കെ മാറ്റി നിർത്തിയാലോ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലോ, അവൻ നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞെന്നുള്ളതിന്റെ തെളിവാ നാം ഇതിനകത്തിരിക്കുന്നത്.
ഈ യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് സന്തോഷത്തോടെ യാത്ര തിരിക്കുമ്പം, ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നിച്ച് ആഹാരം കഴിച്ചും യേശുവിലുള്ള ശുശ്രൂഷ അനുഭവിച്ചു ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം തോന്നി. എന്നും അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാനല്ല ഞാൻ ഇവരെ വിളിച്ചേക്കുന്നത്. എന്നെ പിതാവേൽപ്പിച്ചൊരു ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. എന്നും മക്കളുടെ കാര്യം നടക്കാൻ, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യേശു എന്നല്ല, എൻ്റെ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവെന്നല്ല, എനിക്കൊരു വീട് വെച്ചു തന്ന കർത്താവെന്നല്ല, കൊണ്ടുവന്നത് അവൻ്റെ ശക്തി എൻ്റെ മേൽ കൈമാറാനാണെന്ന്. വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ഒരു വാഹനത്തിന്റെ ലോൺ അടയ്ക്കുന്നതല്ല കുഞ്ഞെ വലിയത്, എന്റെ യേശു നിന്നെ വിളിച്ചത്. പ്രാപിക്കാൻ തയ്യാറായിക്കോ. ഒരു കടപ്പാരത്തിന്റെ കെട്ടടിച്ചതല്ല, അത് യേശു അഴിക്കോ. പക്ഷെ നിന്നെ വിളിച്ചത് അവന്റെ ശക്തി നിന്റെ മേൽ പകരാനാ. ഇന്ന് പകലിലും ആത്മാവി തിരിച്ചറിഞ്ഞോ നിങ്ങൾ? 1000 പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള, തലമുറകളെക്കുറിച്ചുള്ള, മറ്റു കുടുംബക്കാരുടെ വിഷയത്തെക്കുറിച്ച്. പക്ഷെ ഇന്ന് അതിനെയെല്ലാം സ്വർഗത്തിലെ ദൈവം മാറ്റിയേച്ച് അവങ്കലുള്ള ശക്തിയെ നിന്റെ മേൽ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ ആത്മാവി പറയാം. കാഴ്ച കൊടുക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് എന്നും നടക്കാനല്ല, കേൾവി കൊടുക്കുന്ന യേശു എന്ന് പറഞ്ഞ് എന്നും നടക്കാനല്ല, അപ്പം കൊടുത്തു മാനിക്കുന്ന ഒരു ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് നടക്കാനല്ല. അവൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം, വിളിച്ചതിൻ്റെ ഉദ്ദേശം തൻ്റെ മേലുള്ള ഒരു അധികാരം ഇവരുടെ മേൽ കൈമാറാനായിരുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും വിശ്വസിക്കുന്ന ജനതിൻ്റെ മേല് ദൈവം തന്റെ ശക്തിയെ കൈമാറാൻ പോകുകയാണ്. ദൈവം തന്റെ അധികാരത്തെ കൈമാറാൻ പോകുകയാണ്. Yes, come on, കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം, എന്നെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, എന്നെ കൂട്ടിവരുത്തിയതിന്റെ ഉദ്ദേശം എനിക്ക് വേണ്ടി എല്ലാം കരുതുന്നല്ല, അവന്റെ ശക്തി. അവർ ഒന്നും ചോദിച്ചിട്ടല്ല കർത്താവ് കൈമാറിയത്. അവർ ചോദിക്കാതെ തന്നെ ദൈവശക്തി അവരുടെ മേൽ കൈമാറി. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ യഥാർത്ഥ വലിയ വിഷയം മറ്റു പലതുമാകാം. നിങ്ങളൊരു ദൈവശക്തിയെക്കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ കൂടി ഇന്നത് നിങ്ങളുടെ മേൽ പകരാൻ എൻ്റെ ദൈവത്തിന് കാംക്ഷയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈ മൈക്രോഫോൺ താഴെ വയ്ക്കുന്നതിന് മുമ്പേ ഈ ഹോളിനകത്ത് ഒരു ദൈവശക്തി ഇറങ്ങി വരും. ഈ ദൈവശക്തിയുടെ അകത്ത് നിന്ന് ചിലരൊരു പകർച്ചയോടെ പുറത്തു വരും, ഒരു കൈമാറ്റത്തോടെ ചിലർ എഴുന്നേറ്റ് വരും. യെസ്, ഈ ദിനങ്ങളിൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഈ ദിനങ്ങളിൽ വചനം പറയുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. ഒരു പ്രബന്ധം അവതരിപ്പിക്കാനല്ല ഞാൻ വന്നത്. നിന്നെ ഒതുക്കി വെച്ചതിന്റെ ഇടെ നിന്റെ മേലുള്ള വിളിയെ തിരിച്ചറിയാൻ, നിന്റെ മേലുള്ള വെളിപ്പാടിനെ ആത്മകൃപയോടെ പ്രാപിക്കാൻ. ആരൊക്കെ മേലും അത് പകരുന്നുണ്ട്. വിശ്വസിക്കുന്ന ജലത്തിന്റെ മേൽ വീഴാൻ പോകുകയാ. ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവശക്തി. പ്രാപിച്ചോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സഭയുടെ സ്പിരിച്വൽ ക്ലൈമറ്റ് മാറുകയാ. ഇന്ന് പകൽ കൊണ്ട് സ്പിരിച്വൽ ക്ലൈമറ്റ് മാറുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അവന്റെ ശക്തി റിയലായി ഇതിനകത്ത് ഇറങ്ങുകയാ. അവന്റെ ആത്മാവിന്റെ കര. സ്തോത്രം, 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 സ്തോത്രം. വൈഷജാന ഘടകഥനാഥല. ഒരു ശുശ്രൂഷയുണ്ടെന്ന് ഒരുപാട് നാളായി കേൾക്കുന്നു. ഒരു നിയോഗമുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഒരു വാഗ്ദത്തമുണ്ടെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞു.
അതെന്ന് നടക്കുമെന്ന് നിനക്കറിയുകയില്ല. പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധ എന്ന് പറയുന്നു, അവന്റെ പദ്ധതിയിലുള്ള ചിലതിനെ അവൻ തന്റെ ശക്തിയാൽ എവിടെയെങ്കിലും നടന്നൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയല്ല, എങ്കിലും അത് പറയാതെ തരമില്ല. 3 ആഴ്ചകൾക്ക് മുമ്പേ ബോംബെയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മീറ്റിംഗ്, അവിടുത്തെ എ ജി ചർച്ചിൽ കുറെ ചെറുപ്പക്കാർ ആ യോഗത്തിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു ദൈവശക്തി പ്രാപിച്ചിട്ടേ നിങ്ങൾ മടങ്ങുകയുള്ളൂ. ആ യോഗത്തിൽ 4 കുഞ്ഞുങ്ങൾ പ്രവചനാത്മാവോടെ എഴുന്നേറ്റ് വന്നു. അവരാ പട്ടണത്തിൻ്റെ മേൽ ദൈവം ചെയ്യാൻ പോകുന്നത് ആത്മവെളിപ്പാടിൽ അവർ വിളിച്ചു പറഞ്ഞു. അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാ. ദിവസങ്ങൾക്കുള്ളിൽ അവിടെ വ്യത്യാസങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, എന്നും 2 അന്യഭാഷ പറഞ്ഞിരിക്കുന്ന ഒരു തലമല്ല കേട്ടോ. ആ മേഖലയെന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നേച്ച് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ. യെസ് യെസ്, പ്രാപിച്ചോ. അഭിഷേകം വീണവനെ, വേർതിരിക്കപ്പെട്ടവനെ, നിന്റെ മേലൊരു ശക്തി വേണം. വിളിക്കപ്പെട്ട നീ പുറത്തു വരണോ? നിന്റെ മേലൊരു ശക്തി വേണം. വിളിക്കപ്പെട്ട നീ പുറത്തു വരണോ? നിന്റെ മേലൊരു ശക്തി വേണം. യെസ് 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 യെസ്. ജനാധിപത്യങ്ങൾ ഇന്നു പകൽ തകരപ്പെടും. പൈശാചിക പദ്ധതികൾ പൊളിയും. അധികാരമുള്ള നിന്നെ ഒതുക്കി വെച്ച, കൂടെ നടന്ന നിന്നെ വെളിപ്പാട് മനസ്സിലാക്കാതെ ഉടച്ചു വെച്ച ചില കോട്ടകൾ ഇതിനകത്ത് തകരപ്പെടുകയാ. ഇതിനകത്ത് തീ പിടിക്കുന്ന എനിക്കറിയാം. 21 വ്യക്തികളുടെ മേൽ ഇതുവരെ അവർ അറിയാത്ത ഒരു ദൈവ ശക്തി ഇറങ്ങുകയാ. ശ്രദ്ധിച്ചേ. ആത്മാവിൽ അറിയണം, ആത്മാവിൽ അറിയണം. എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ആമേൻ പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു ദൈവമല്ല. ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാചിന്റെ സകല പദ്ധതികളെയും അട്ടിമറിക്കാൻ, ഒരു അന്ത്യകാല സേനയെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൈവശക്തിയുടെ ഒരു നിയോഗം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഇന്ന് പ്രമാണത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലം ഇതിനകത്ത് തുറന്നു കിടക്കുന്നു. യെസ് യെസ്. ചിലരത് അന്യഭാഷയോടെ പുറത്തു വരുന്നു. ചില പൈശാചിക നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാ. ചില പൈശാചിക കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇടുകയാ. ഒറ്റപ്പെടുത്തി കൊണ്ടുവന്ന, വേറിട്ട് കൊണ്ടുവന്ന, വിളിച്ചു കൊണ്ടുവന്നത് വെറുതെ ഇരിക്കാനല്ല. അവന്റെ ശക്തി നിന്റെ മേൽ കൈമാറാൻ, അവന്റെ അധികാരം നിന്റെ മേൽ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എനിക്കിവിടെ നിൽക്കാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇത് നിയോഗത്തിന്റെ പകലാ, ഇത് നിയോഗത്തിന്റെ പകലാ, ഇത് ആത്മനിയോഗത്തിന്റെ പകലാ. നീ വെറുതെ ഇരിക്കരുത്. യെസ്, 7000 പേര് ബാലിന് മുട്ടുമടക്കാത്തവരുണ്ടെങ്കിൽ 6999 മാറ്റിയേച്ച ഒരേലീശയുടെ മേൽ അടുത്ത ജനറേഷനുള്ള പുറപ്പ് കൈമാറിയ പോലെ നിന്റെ മേൽ പ്രാപിച്ചോ. പ്രാപിച്ചു തുടങ്ങിക്കോ. ആള് മാറിയവനെ പോലെ, ഗതി മാറിയവനെ പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. യെസ്, ആ ശക്തി ഇതിനകത്ത് ഇറങ്ങുക. ആ ദൈവശക്തി വ്യാപരിക്കുകയാ. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത, ആർക്കും തടയാൻ കഴിയാത്ത ഒരു ആത്മമേഖല.
ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാനൊരു സത്യം നിങ്ങളോട് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പിശാചിന്റെ പദ്ധതി, നീ കുറെ അത്ഭുതങ്ങൾ കണ്ടിങ്ങനെ ജീവിക്കുന്നവന് ഇഷ്ടമാണ്, പക്ഷെ നീ ശക്തി പ്രാപിക്കുന്നവന് ഇഷ്ടമല്ല. കൊച്ചു കൊച്ചു പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി കണ്ടു പോകുന്നത് അവന് ഇഷ്ടമാ. 80 കൊല്ലം കൊണ്ട് നിന്നെ സൈലന്റായ ഒരു ജീവിതത്തിൽ നയിക്കുന്നത് അവന് ഇഷ്ടമാ. ആർക്കും ശല്യമില്ലാതെ, ആർക്കും പരാതിയില്ലാതെ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന് തിരിച്ചു പോകുന്നതും അവന് ഇഷ്ടമാ. പക്ഷെ ചിലത് ശക്തി പ്രാപിച്ചു തുടങ്ങിയാൽ, ചിലത് അധികാരം പ്രാപിച്ചു തുടങ്ങിയാൽ അവന്റെ പദ്ധതി പൊളിയുമെന്ന് അവൻ അറിയാം. യെസ്, പ്രാർത്ഥിക്കുന്ന ചിലതിനോട് പറയാം, ഇന്ന് വന്നത് ഒരു പ്രസംഗം എഴുതാനല്ല, യെസ്, ഒരു തൂത് കേൾക്കാനല്ല, ശക്തി പ്രാപിക്കാൻ. പ്രാപിച്ചോത് ചെറുപ്പക്കാരുടെ മേലാണ് വരികയാ. ഒരു വലിയ ദൈവനിയോഗ. പുറത്തു വരട്ടെ, ചില അപ്പോസ്തലന്മാർ പുറത്തു വരട്ടെ, പ്രവാചകന്മാർ പുറത്തു വരട്ടെ, നിയോഗമുള്ളവർ പുറത്തു വരട്ടെ. യെസ്, ശ്രദ്ധിക്കണേ പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു ശക്തമായ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറയാം. തിരുവനന്തപുരം പട്ടണം മുതൽ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും പൈശാചിക ആരാധനകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമായത്. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പേ ഇതുപോലൊരിക്കൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവവൈതലിനെ പൈശാചിക ആരാധനയിൽ കൊണ്ടുപോയി. ഇതേ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവം അനുവദിച്ചാൽ ചിലപ്പോൾ ഇന്ന് രാത്രി അവൻ ഇവിടെ വരും. വേറൊന്നും കൊണ്ടല്ല, അവനെ പിടിച്ചു കെട്ടി അവനെ ഇല്ലാതെയാക്കി ഒരിക്കൽ ആരാധിച്ചതാ ഒരു നല്ല യൗവന തലമുറയാ. പദ്ധതികൾ ഒരുക്കി. ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? തിരുവനന്തപുരം പട്ടണത്തിൽ രാത്രിയിൽ ഇറങ്ങി എല്ലാ സഭാ ഹാളുകളുടെ മുൻപിലും ചെന്ന് നിന്ന് അതിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ തകർക്കാൻ പല പ്രാർത്ഥനകളും സേവകളും അവൻ നേതൃത്വം കൊടുത്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ സഭകളിലും രാത്രി കയറിയിറങ്ങിയെന്ന്. രാത്രിയിൽ ഒരുപാട് ആക്സിഡന്റുകൾ അവൻ മുഖാന്തരം ഈ പട്ടണത്തിൽ നടത്തി. ശ്രദ്ധിച്ചു കേൾക്കണേ. ഓടി വരുന്ന വാഹനത്തിന്റെ നടുവിൽ നടുറോടി കയറി നിന്ന് അർദ്ധരാത്രിയിൽ അവരുടെ കണ്ണിലേക്ക് വെളിച്ചമടിപ്പിച്ചേച്ച് വരുന്ന വാഹനങ്ങളെ പലതും അനർത്ഥത്തിലേക്ക് തിരിച്ചുവിട്ടു. സ്തോത്രം. ഈ പട്ടണത്തിൽ നടന്ന കാര്യമാണ് ഞാൻ ഇന്ന് പകൽ ആത്മാവി പറയുന്നത്. പക്ഷെ കാലത്തിനിപ്പുറത്ത് ദൈവം ഇന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. പിടിച്ചു പിശാച് എത്ര വയ്ക്കാൻ നോക്കിയാലും ഒരു ദൈവ നിയോഗമുള്ളവനാണ്. അതിനെ പുറത്തു കൊണ്ടുവന്ന് അവന്റെ പദ്ധതി വെളിപ്പെടുത്താൻ. കിടക്കുമ്പം കയറിയിറങ്ങി പൈശാചിക സേവാ പദ്ധതികൾ തിരുവനന്തപുരം പട്ടണം മുഴുവൻ ഒരുക്കി വെച്ചെങ്കിലും അവനെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് ഞാനൊരു ദൂത് പറയാം. പിശാച് എവിടെയൊക്കെ നോട്ടം വെച്ചോ, എവിടെയൊക്കെ പദ്ധതി ഒരുക്കിയോ, അവന്റെ പദ്ധതി എന്റെ കർത്താവ് തകർത്തത് കൊണ്ട് ഇന്നും ഇതിനകത്ത് നോക്കി ഞാൻ ആത്മാവിൽ പറയാം, അവനെ ഞെട്ടിക്കുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുകയാ. അവന് പിടികൊടുക്കാത്ത ചിലര്, അവന്റെ പദ്ധതി പെടാത്ത ചിലര്. പ്രാപിച്ചോ? അവന്റെ പദ്ധതിയിൽ ഇല്ലാത്ത ചിലര്, അവനെ പിടിക്കാൻ കഴിയാത്ത ചിലര്. ഞാൻ ആത്മാവി പറയുന്നു, ചില യൗവന തലമുറകളെ പിടിച്ചെടുക്കാൻ നോക്കുന്ന പദ്ധതികൾ ഈ പ്രഭാതത്തില് സഭ ഒന്നായി തകർക്കുകയാ. തിരുവനന്തപുരം പട്ടണത്തിന്റെ നടുവില് ദൈവസഭയ്ക്കെതിരെ ഓഴുന്ന വാഴ്ചകളെ സ്വർഗം തകർക്കുകയാ. സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞു, ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ പേര് മുഴുവൻ അവർ എഴുതി വെച്ചെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. അപകീർത്തികരമായ സന്ദേശങ്ങൾ കൈമാറാൻ, അപമാനം വരുത്താൻ, മറുപുറത്ത് പത്രങ്ങളിലൂടെ ചെയ്യാത്തത് ചെയ്തെന്ന് വരുത്താൻ എഴുതി വെച്ച് അതിന്റെ പിൻപിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തു.
പക്ഷെ അവൻ പറഞ്ഞു പലതും നടന്നില്ല. പ്രാർത്ഥിച്ച പലരും അതിനെ കീഴടക്കി പുറത്തു വന്നു. ഒരുപാട് ദൈവദാസന്മാരുടെ പേരുകൾ എഴുതി കുറിച്ചിട്ടു. അവർ നോക്കുന്നത് ഏറ്റവും അധികം യൗവനക്കാരെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷിക്തൻ ആരാണെന്ന. അവരെ പിടിച്ചടക്കാനുള്ള പദ്ധതി നോക്കിയപ്പോൾ പറഞ്ഞു പല പദ്ധതികളും തെറ്റിച്ചുകൊണ്ട് അവിടെയെല്ലാം ഉണർവിനെ ദൈവം കൈമാറിയെന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിനോട് പറയാം, ഇത് നിന്നെ ഭീതിപ്പെടുത്താൻ പറഞ്ഞതല്ല, ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. പൈശാചിക പദ്ധതികളെ ഇടിക്കുന്ന ഒരു ദൈവശക്തി. ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ ഇറങ്ങട്ടെ. കാത്തിരിക്കുന്നവരുടെ മേൽ, ഉപവസിക്കുന്നവരുടെ മേൽ, ഈ ദിനരാത്രങ്ങളിൽ ഒരാത്മശക്തിക്ക് വേണ്ടി കൊതിക്കുന്നവരുടെ മേൽ ഒരു കൈമാറ്റം. ശ്രദ്ധിച്ചേ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ, കർത്താവേ നീ എന്നെ ശക്തീകരിക്കണേ, ഒരു പുതിയ ശക്തി എൻ്റെ മേൽ തരണേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണേ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുക, ശക്തി മാത്രം തന്ന് ഞാൻ നിന്നെ ഇരുത്തത്തില്ല, ഒരധികാരം കൂടെ നിന്റെ മേൽ കൈമാറാൻ പോകുകയാ. ഓ, ഈ ഉപവാസ പ്രാർത്ഥനയില് ചില അധികാരികൾ ഒരധികാരിയെ പോലെ പുറത്തു വരാൻ. ദൈവാത്മാവ് പറയുന്നു, കുറച്ചുപേർ ശക്തി പ്രാപിക്കുമ്പോ കുറച്ചുപേർ ശക്തിയും അധികാരവും ഉള്ളവരായി. ആർക്കും തടയുവാൻ കഴിയാത്ത ഒരു അധികാര മേഖല വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവാത്മാവ് വീടുകയാ. വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവാത്മാവ് കൈമാറുകയാ. അധികാരി എഴുന്നേറ്റ് വരട്ടെ, അധികാരി എഴുന്നേറ്റ് വരട്ടെ, അധികാരി എഴുന്നേക്കട്ടെ. ശക്തി കൊണ്ട് ഒതുങ്ങത്തില്ല, ഒരധികാരം കൂടെ, ശക്തിയുടെ കൂടെ ഒരധികാരം. പ്രാപിച്ചോ. ചില കുടിയിരിപ്പുകളെ പൊട്ടിക്കാൻ വെളിപ്പാട് ആത്മാവിൽ പ്രാപിച്ച ചില അധികാരികൾ എഴുന്നേൽക്കുകയാ. നിന്റെ ശുശ്രൂഷക്കെതിരെ, സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന പദ്ധതികളെ പൊളിക്കാൻ വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനെ ശ്വാസിച്ച അതേ നിയോഗ ഇന്ന് പകലില് ചില മന്ത്രവാദിനികളെ പൊട്ടിക്കാൻ ഒരു അസാധാരണമായ ദൈവശക്തി, ഒരു അധികാരത്തിന്റെ മേഖല. നീ അതരം തുറന്നു, നീ ശാസിച്ചിട്ട് ഇന്നലെ വരെ ചിലത് അഴിഞ്ഞില്ലേ, ഇന്ന് പകൽ പൊളിയാൻ പോകുകയാ. ഇന്ന് പകൽ പൊളിയാൻ പോകുകയാ ചില കുടിയിരിപ്പുകൾ. വാഗ്ദത്തമുള്ളവനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന അർത്തമീസിന്റെ പദ്ധതിയെ പൊളിച്ചതുപോലെ ഈ പട്ടണത്തിൽ വാഴുന്ന ചിലരതാ വെളിപ്പാട് കണ്ട് അതിനെ പൊട്ടിക്കുകയാ. വൈഷപ്രവനഘടകതല ഒരു ആത്മമണ്ഡലത്തെ തടഞ്ഞു വെച്ചത് ഇന്ന് പകൽ ഇതിനകത്ത് പൊട്ടുകയാ. സഭയുടെ സ്പിരിച്വൽ ക്ലൈമറ്റ് യേശുവിന്റെ നാമത്തെ പ്രാപിച്ചോ. എന്നും ശക്തിയല്ല കുഞ്ഞെ, എന്നും ശക്തിയല്ല കുഞ്ഞെ, ഒരധികാര ആത്മമണ്ഡലങ്ങൾ ഇതിനകത്ത് ചലിക്കുകയാ. സഭ ഒരു അധികാരത്തിലേക്ക് വരികയാ. അഭിഷിക്തന്മാർ ഒരു അധികാരത്തിലേക്ക്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം. കഴിഞ്ഞ കാലത്തിലെ ചില അഭിഷിക്തന്മാർ ഒരു സഭാഹോളിന് മുമ്പിലേക്ക് അവർ അടുക്കുമ്പം അതിൻ്റെ അകത്ത് ദുരാത്മാവുള്ളത് വിളിച്ചു പറയുമായിരുന്നു, ഇന്നയാള് വരുന്നുണ്ട്, ഇനി എനിക്കിവിടെ സ്ഥാനമില്ല. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ദൂത് പറയാൻ പറയുന്നു. വചനത്തിന്റെ ആഴം വെളിപ്പെടുമ്പം തന്നെ ഒരധികാരം നിന്റെ മേൽ കൈമാറിയേച്ച്
ചില പട്ടണത്തിൽ എത്തുന്നതിന് മുമ്പേ നിന്റെ പേര് പറഞ്ഞ ദുരാത്മാ പറയാ അവൻ വന്നാ നിൽക്കാൻ കഴിയത്തില്ല. എഴുതി കുറിച്ചു വെച്ചോ ഈ പ്രാർത്ഥന കഴിഞ്ഞ്. യെസ് യെസ് യെസ്. ഒരധികാരം ഇതിനകത്ത് കൈമാറുക. ഓ, ചില പൈശാചിക സേവകൾ പൊട്ടട്ടെ, അഭിഷേകത്തെ തടയുന്ന പൊട്ടട്ടെ, ഒരു അന്ധമേഖല തുറക്കട്ടെ. ദൈവത്തിന്റെ തീയ പ്രാപിച്ചോ. യെസ് യെസ്, അത് കത്തട്ടെ. നീ ആത്മാവിൽ അറിയ, എന്നും ശൂന്യതയാന്ന് പറയരുത്, എന്നും ഉടച്ചിലാന്ന് പറയരുത്. നീ ഒരു അധികാരിയാ, നീ ഒരു അധികാരിയാ. ഓ വൈഷപ്രവനഗതന, ഈ പ്രാർത്ഥന കൊണ്ട് അത് നടക്കണം. നിന്റെ പേര് കണ്ട ദുരാത്മാക്കൾ ഞെട്ടണം. നിന്റെ പേര് കണ്ട അവർ പറയണം വരുന്നുണ്ട്, ഒരു അധികാരി വരുന്നു. വചനം അറിയാവുന്നവനല്ല, കുറെ തിയോളജി അല്ല, ഒരു അധികാരി. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. ഒരു വലിയ അധികാര കൈമാറ്റ. യെസ് യെസ്. ചില കുഞ്ഞുങ്ങളുടെ മേൽ അത് പകർന്നുകൊണ്ടിരിക്കുകയാ. നീ പ്രവചിച്ചാൽ അതൊരു അധികാരമാ, നീ പ്രവചിച്ചാൽ അതൊരു അധികാരമാ. വിശ്വസിക്കും പിതാവേ. സ്വത്ര നിന്റെ പേര് കാണുമ്പോ ദുരാത്മാക്കൾ ഞെട്ടും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു അങ്ങനെ ഒരു കാലം തിരിച്ചു വരാൻ പോകുകയാ. എന്താ തെളിവ്? എവിടെ ദുരുപദേശം വന്നിട്ടുണ്ടോ അതിന്റെ പുറകെ ഒരു ഉണർവ് വെളിപ്പെട്ടിട്ടുണ്ട്. യെസ്, എവിടെ ദുരുപദേശത്തെ കത്തിച്ചു വിട്ടോ വിശ്വാസ അതിന്റെ പുറകെ. പ്രാപിച്ചോ. ഈ ഫ്രണ്ട് പോർഷനില് ഒരു വലിയ ദൈവശക്തി ഈ സഹോദരിമാരുടെ മേൽ ഇറങ്ങുന്ന എനിക്കറിയാം. യെസ് യെസ്. ചില സുവിശേഷകന്മാർ പ്രാപിച്ചോ കേട്ടോ, പ്രാപിച്ചോ. ദുരുപദേശത്തിന്റെ കെട്ടിനകത്ത് നിന്ന് ഒരു ഉണർവിനെ പിടിച്ചെടുക്കാൻ നിന്റെ മേലൊരു അധികാരം. യെസ് യെസ് യെസ്. പിശാച് മറുപുറത്ത് നിന്ന് പറഞ്ഞു, കയറി വന്ന പലതിനെയും ദുരുപദേശത്തിന്റെ കാറ്റെടുപ്പിച്ച് ഞാൻ ഒതുക്കിയെന്ന്. ഇല്ല പിശാചേ, നിന്റെ പദ്ധതി പാളിക്കുന്നതൊന്ന്. 21 ദിനങ്ങൾ ഇവിടെ നടക്കുക. ഞാൻ വിശ്വസിക്കുന്നു 21 ദിന പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഈ പട്ടണത്തിലുള്ള ദുരുപദേശത്തിന്റെ വിത്തിനെ എന്റെ ദൈവം വലിച്ചെറിഞ്ഞേച്ച്, ആ വേദികളെ ദൈവം പൊട്ടിച്ചേച്ച് യഥാർത്ഥ വചനത്തിന്റെ ശക്തി, കോംപ്രമൈസ് ഇല്ലാത്തൊരു അഭിഷേകം, കോംപ്രമൈസ് ഇല്ലാത്തൊരു അധികാരം. കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. യെസ്. വൈഷപ്രവനഗതന വൈഷഖമനജഗനഗടഗദിനിയ. സ്തോത്ര. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എൻ്റെ മേലുള്ള ശക്തി ഞാൻ വെച്ചോണ്ടിരിക്കാനല്ല. എൻ്റെ കർത്താവ് അസൂയില്ലാത്ത കർത്താവാ. സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടി പറയാം, ദൈവശബ്ദം കേട്ടവർക്ക് പലർക്കും അസൂയ ഉണ്ടെങ്കിലും എൻ്റെ കർത്താവിന് അസൂയില്ലാത്ത ആളാ. അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ വിട്ടുകൊടുക്കാൻ, അവൻ്റെ മേലുള്ളത് മുഴുവൻ കൈമാറാൻ ഒരു മടിയും കൂടാതെ തൻ്റെ അധികാരത്തെ വിഭജിക്കാൻ. യെസ്, അങ്ങനെങ്കിൽ പ്രാപിക്കണം നീ. അസൂയയില്ലാത്ത കർത്താവിങ്കിൽ നിന്ന്. യെസ് ബ്രദർ, നിന്റെ മേലത് വെളിപ്പെടണമെന്ന്. വ്യക്തികളെ അല്ല നീ നോക്കേണ്ടത്. വേദഗച്ചി അർമ്മജാന വൈഡജാര. യെസ് 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 യെസ്.
വിശ്വസിക്കണേ, ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം ഇന്ന് പകൽ പകരും. ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവശബ്ദം കേട്ടവർ വരെ മുഖവശം കാണിക്കാൻ നോക്കിയാലും എൻ്റെ കർത്താവ് മുഖവശം കാണിക്കുകയില്ല. ഈ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് ശമൂവേലിനറിയാം. സ്തോത്രം പറഞ്ഞേ. എന്നിട്ടും ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവശബ്ദം കേൾക്കുന്ന ആളാ. പക്ഷെ സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥന അങ്ങ് നിർത്ത്. ഇശായിയുടെ വീട്ടിലേക്ക് നീ പോ. ഈ യാത്ര ഒരു പ്രവചനം പറഞ്ഞ് തിരിച്ചു വരാനല്ല. നീ അടുത്ത രാജാവ് ആരാകുമെന്ന് പ്രവചിക്കുമ്പം തന്നെ, പ്രവചനം നടക്കുമ്പം തന്നെ അഭിഷേകം അവന്റെ തലവഴി ഒഴിക്കണം. നാം ഈ പറയാൻ കേട്ടോ, ഒരു പ്രവചനം കേൾക്കാനല്ല വന്നേക്കുന്നേ. പ്രവചനം കേൾക്കുന്നതിന്റെ പുറകെ അതിന്റെ നിവർത്തിയുടെ സൂചനയാ അഭിഷേകം നിന്റെ തലമേൽ. ഓ ഓ പ്രവചനം കേൾക്കുമ്പം തന്നെ ഒരഭിഷേകം നിന്റെ മേൽ. ശമൂവേല് ഒരുപാടിടങ്ങളിൽ പോയി പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ യാത്രയെ ഒരഭിഷേകം കൂടെ ഒഴിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രവചനം കൊണ്ട് തീരത്തില്ല. പ്രവചനത്തിൻ്റെ പുറകെ ഒരഭിഷേകം കൂടെ വീഴും. ചെന്ന് കയറിയ ശമൂവേലിന് വേണമെങ്കിൽ ചോദിക്കാം, ഇതിലാരെയാ ദൈവമേ അഭിഷേകം ചെയ്യേണ്ടതെന്ന്. ചോദിച്ചില്ല. കൂട്ടത്തിൽ പൊക്കമുള്ളവനെ കണ്ടപ്പം തൈലക്കൊമ്പ് പൊങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ശമൂവേലേ, നീ തൈലക്കൊമ്പ് പൊക്കിക്കോ. അവൻ്റെ തലമുകളിൽ നീ ഒരുപക്ഷെ പൊക്കിയേക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് നിന്ന് തൈലം വീഴണമെങ്കിൽ ഒഴിക്കാൻ പറഞ്ഞവൻ തീരുമാനിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, ഒരഭിഷേകം പ്രാപിക്കേണ്ടതിൻ്റെ അകത്ത് നീ ഇല്ലായിരുന്നെങ്കിലും നിന്റെ മേലാണ് ചിലത് പകരണമെന്ന് എൻ്റെ ദൈവത്തിന് ആശ തോന്നിയാൽ, നിന്നെ പ്രഥമ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയാലും വരുത്തിയെടുത്ത് മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽ ഞാൻ ഉയർത്തുന്നത്. പ്രഥമ സ്ഥലത്ത് നിന്ന്. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാകട്ടോ, പ്രഥമ സ്ഥലത്ത് നിന്നും നിന്നെ മാറ്റി നിർത്താൻ നോക്കിയാലും, ആള് പോലും ഇല്ലെന്ന് പറഞ്ഞു നീക്കാൻ നോക്കിയാലും, എന്റെ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചെങ്കിൽ ആര് നീക്കിയാലും അഭിഷിക്തനെ നിന്റെ മേലൊരു അഭിഷേകം വരും. വിശുദ്ധ തിരുവചന പഠനത്തിന്റെ ഇടയിൽ ഒരാളെ മാത്രമേ 3 പ്രാവശ്യം അഭിഷേകം ചെയ്തുള്ളൂ. അത് ദാവീദിനെ മാത്ര. ഒന്ന്, കുടുംബത്തിന്റെ നടുവിൽ വെച്ചൊരു അഭിഷേകം. 2, ഗോത്രത്തിന്റെ നടുവിൽ വെച്ചൊരു അഭിഷേകം. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഈ അഭിഷേക തൈലത്തിനകത്ത് ഇത്രയും അഭിഷേകം കൂടുതലാണോ? വീണ്ടും ജനത്തിന്റെ ഇടയിൽ വെച്ചൊരു അഭിഷേകം. കർത്താവ് എന്നോട് പറഞ്ഞു, ഇവൻ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെയെല്ലാം വെച്ച് ഞാൻ ഇവനെ അഭിഷേകം ചെയ്യും. പ്രാർത്ഥിക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ മേൽ വീണ അഭിഷേകമില്ലേ? അഭിഷിക്ത, നീ ഏത് പട്ടണത്തിൽ നിന്ദിക്കപ്പെട്ടോ, ഏത് വ്യക്തികളുടെ ഇടയിൽ അപമാനിക്കപ്പെട്ടോ, അവരുടെ ഇടയിലെല്ലാം വെച്ച് ഏറ്റെടുത്തു. നിന്ദകളാലും കൂത്തുകാഴ്ചകളാലും കിടന്ന നിന്റെ മേൽ ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം അയച്ചേച്ച് യേശു മാത്രം ചെയ്തുകൊണ്ടിരുന്നത് നിന്നിലൂടെ വെളിപ്പെടാൻ പോകയാ. വീണ്ടും വീണ്ടും ഞാൻ ആത്മാവി പറയാം, വലതുകരം കൊണ്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടവനെ വലത്ത് തന്നെ നിർത്താതെ അവനെ മാറ്റി ഇടത്ത് നിർത്തിയാലും, സ്തോത്രം പറഞ്ഞാട്ടെ, ആത്മാവി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, വലതുകരം കൊണ്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടവനാ. അവന്റെ മേലെ കൈ വരണ്ടെന്നറിയാം. പക്ഷെ മാറ്റി അവനെ ഇടത്ത് നിർത്തിയാലും
നിൽക്കുന്നിടത്തായിക്കോട്ടെ വലതുകരം വെച്ച് അനുഗ്രഹിക്കാൻ അവന്റെ മേലെ നിയോഗം വീണതെങ്കിൽ യെസ്, ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂത മാറ്റി നിർത്തട്ടാരും. യെസ്, പക്ഷെ കരം നിന്റെ മേല. ചില പ്രാവചനിക ദൂതുകൾ ആര് മാറ്റിയാലും ആര് നീക്കിയാലും നിന്റെ മേലകരം. ചില പ്രവചനാത്മാവിന്റെ കൈമാറ്റങ്ങൾ ഇതിനകത്ത് നടക്കട്ടെ. സംഭവിക്കും സംഭവിക്കും. ചിലതിനെ പൊളിച്ചെഴുതാൻ നിന്റെ മേലൊരു നിയോഗം വീഴുമെന്ന്, ചിലതിനെ പൊളിച്ചെഴുതാൻ നിന്റെ മേലൊരു അഭിഷേകം വീഴും. ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയാ. ചിലതിനെ പ്രവചനാത്മാവി നിറയ്ക്കുക, ഒരു ഭയങ്കര തീയിറങ്ങുക, നിന്റെ അന്യഭാഷ വ്യാഖ്യാനമായി മാറും. ശക്തന്മാർ എഴുന്നേൽക്കട്ടെ ഈ പട്ടണത്തെ പിടിച്ചെടുക്കാൻ. പ്രാപിച്ചോ പ്രാപിച്ചോ. കത്തുന്നത് സംഭവിക്കും സംഭവിക്കും സംഭവിക്കും. ഇന്ന് പകലിൽ ഇവിടെ ചിലത് അഭിഷേകത്തിന്റെ നിറവിനാൽ പുറത്തു വരും. ഒരധികാരത്തിന്റെ നിറവിനാൽ പുറത്തു വരും പുറത്തു വരും. അതരത്തിന്റെ മേൽ മറഞ്ഞു കിടക്കുന്നതിനെ വെളിപ്പെടുത്തി പറയാൻ. യെസ്, കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. അന്തമണ്ഡലങ്ങൾ തുറക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേക്കട്ടെ. ഇതുവരെ ഇല്ലാത്തൊരു അഭിഷേകത്തിന്റെ കൈമാറ്റം. നിന്നകളുടെ ഇടയില് ഒരധികാരം പ്രാപിച്ചോ നീ? 19 ആണ്ടുകളായി അറിയാത്തൊന്ന് ഇന്ന് പകലില് നിന്റെ മേൽ ഇറങ്ങുകയാ. വർദ്ധിതമായ ചില വെളിപ്പാടുകൾ മറഞ്ഞു വെച്ച ചിലതിനെ പൊട്ടിച്ചെറിയാൻ പ്രാപിച്ചോത്. തീ പിടിക്കുക, ഇതിനകത്ത് തീ പിടിക്കുക. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അത് പകരുക. കുഞ്ഞതിന്റെ അതരത്തെ ദൈവം തൊടുകയാ. ചിലരത് വെളിപ്പാട് കാണുകയാ, ദർശനങ്ങൾ കാണുകയാ. ഒരു അന്ത്യകാല സേന ഇതിനകത്ത് എഴുന്നേറ്റ് വരികയാ. ഒരു എൻഡ് ടൈം റിവൈവൽ നിന്റെ മേൽ. സംഭവിക്കട്ടെ സംഭവിക്കട്ടെ. ഇതേ സമയം അതരം തുറക്കുക. ദൈവത്തിലെ അധികാരം. ആ രോഗാത്മാവിനെ പൊട്ടിച്ചുകൊണ്ട്, ആ രോഗശക്തികളെ പൊട്ടിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയില് നിന്നെ ഒതുക്കിയ ചിലത് ഇന്ന് പകലില് അധികാരത്തെ പൊളിച്ചെഴുതാ. നിന്റെ മേൽ അഭിഷേകം വീഴുകയാ. നിന്റെ മേൽ ദൈവശക്തി ഒരധികാരമാകാൻ. ബാംഗ്ലൂർ പട്ടണത്തിൽ തീയിറക്കാൻ, ബാംഗ്ലൂരിൽ ഒരു അഭിഷേകത്തെ കൈമാറാൻ നിന്റെ മേലൊരു അധികാരം. പ്രവചിച്ചു തുടങ്ങുക. അഭിഷേകത്തിന്റെ കൈമാറ്റ അതൊരു പ്രവചനമായി പുറത്തു വരുന്നു, അത് വെളിപ്പാടായി പുറത്തു വരുന്നു. നീ ഒതുക്കപ്പെട്ടുകയില്ല, നീ ശൂന്യനാകുകയല്ല. ഈ PMGയുടെ അകത്ത് ദൈവത്തിന്റെ ഒരു കരമിറങ്ങുന്നു. സഭാ ഹോളിന്റെ മേൽ തീ പിടിക്കുകയാ. ചുടപര പര പര ജഗരക നഗരക. കത്തട്ടെ കത്തട്ടെ.
ആത്മാവി ചിലതിനെ പൊളിച്ചെഴുതുക. ദൈവാത്മാവി ഞാൻ കാണുന്നത് ഈ പട്ടണത്തിലെ വാഴ്ചകളെ വെട്ടിക്കളയാൻ ഒരു വലിയ ദൈവനിയോഗം നിന്റെ അതരത്തിന്റെ മേൽ വെളിപ്പെടുകയാ. ഒരു പൗലോസിന്റെ മേൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ പൗലോസായി മാറാൻ, ഈ കാലഘട്ടത്തിലെ ദുരാത്മാക്കളുടെ പേടി സ്വപ്നമാകാൻ നിന്റെ മേലൊരു അധികാരം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ അറിയണം, ചില ദൂതിന്റെ അകത്തേക്ക് ഞാൻ ഓടി വരിക. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നതാ, പക്ഷെ ഈ ശക്തിയും അധികാരവും നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ നിങ്ങൾ ഇന്നു മുതൽ അത് ചെയ്തു തുടങ്ങും. രണ്ട് കാര്യങ്ങൾ: സകല ഭൂതങ്ങളെയും പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി പറയാ, എന്തിനാ ശക്തി തന്നത്? എന്തിനാ അധികാരം തന്നത്? ഭൂതത്തെ ഒതുക്കാനല്ല, മിണ്ടാതിരിക്കണമെന്ന് പറയാനല്ല, ഇനി ഒരിക്കലും പ്രവേശിക്കാതെ വണ്ണം അതിനെ അഴിച്ചുവിടാനാ നിന്റെ മേലുള്ള ദൈവനിയോഗം. അതിനെ അഴിച്ചുവിടാൻ. യെസ്, 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 യെസ്. ചുടമനഗതല, അതിനെ അഴിച്ചുവിടാൻ. ഒരു ഭയങ്കര അഭിഷേകം ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നീ നോക്കിയാൽ അത് പൊട്ടുവന്ന്, നീ നോക്കിയാൽ കൈ നോക്കാൻ വഴിയിലിരിക്കുന്നവനില്ലേ, നീ നോക്കുമ്പോ അവന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഈ പട്ടണത്തില് അഴിയുവന്ന്. ഒരു ഭയങ്കര സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുക. മാളിക മുറിയിൽ ഇറങ്ങി വന്ന അതേ സാന്നിധ്യ ഇന്ന് പകൽ ആത്മക്കണ്ണുകൾ തുറക്കുന്ന നിന്റെ മേൽ ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ. ആള് മാറിയതിനെ പോലെ പിതാവേ, ദൈവം നിന്നെ മാറ്റുകയാ. നീ ശുശ്രൂഷിക്കുമ്പോ ഭൂതത്തെ ഒതുക്കാനല്ല, പുറത്താക്കാൻ. യെസ്, എത്ര പേർക്ക് വെളിപ്പാട് കിട്ടുന്നു? എന്റെ ശുശ്രൂഷ തടയരുത് എന്ന് പറയാനല്ല, അതിനെ തടസ്സപ്പെടുത്തിയ ദുരാത്മാവിനെ നിന്റെ യോഗം കഴിയുന്നതിന് മുമ്പേ പുറത്താക്കാൻ. പ്രിയരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറി. ഇന്നൊരു ഭൂതമിളകിയ പറയും തൊടണ്ട. സ്തോത്രം. അതെന്തേലുമൊക്കെ ചെയ്തോട്ടെന്ന്. സ്തോത്രം പോയല്ലാറേ. അല്ലെ പറയും ഒതുങ്ങടാന്ന് പറയും, ഇനി മിണ്ടരുതെന്ന് പറയും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുറെ നാൾ ഒതുക്കി വെക്കാനല്ല, എന്നേക്കുമായി പറഞ്ഞയക്കാൻ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. വ്യക്തികൾ വ്യത്യാസമില്ലാതെ, പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ലാതെ, സഹോദരനെന്നോ സഹോദരി എന്നോ വ്യത്യാസമില്ലാതെ, ഇന്ന് പകലിൽ അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തി അതൊരു അധികാര മേഖലയാണ്. നീ നോക്കിയാൽ ആ ഭൂതങ്ങൾ അഴിയപ്പെടുമെന്ന്, നീ നോക്കിയാൽ ദുരാത്മാക്കൾ പോട്ടുമെന്ന്. പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു ദൈവശക്തി ഇറങ്ങുക. ഇതുവരെ ആരാധിച്ചു കൊണ്ടിരുന്ന നിനക്ക് അറിയാത്തൊരു ആത്മമേഖല തുറക്കുക.
ചിലത് ആത്മാവി പ്രവചിക്കുക, ആത്മാവി പ്രവചിക്കുക, ആത്മാവി വെളിപ്പാടുകളെ ദർശിക്കുകയാ. ശ്രദ്ധിക്കണേ. ആരൊക്കെയോ പറഞ്ഞു ഒതുക്കാനാ നിന്നെ വിളിച്ചെന്ന്. പക്ഷെ സ്വർഗം നിന്നോട് പറയാ പുറത്താക്കാനാ നിന്റെ മേൽ അഭിഷേകം. പുറത്താക്കാൻ, സകല ഭൂതത്തെ പുറത്താക്കാൻ. യെസ്, കം ഓൺ, കം ഓൺ. ആ ഹാർട്ടിന്റെ ബ്ലോക്കിനെ ദൈവം പൊട്ടിക്കുക. പിതാവേ, ഒരു വലിയ ദൈവശക്തി ഇതേ നിമിഷത്തെ ആ പിതാവിന്റെ മേൽ ഇറങ്ങുകയാ. ഇന്ന് മകൾ നീ ഏറ്റെടുത്തു. നിന്റെ ഹാർട്ടിനെ പിടിച്ചത് പൊട്ടുകയാ, പൊട്ടുകയാ. യവനക്കാരുടെ മേലൊരു ദൈവശക്തി ഇറങ്ങുക. ഓ സഹോദരിമാരെ, ദൈവം തൊടുക. പ്രാപിച്ചോ. ഈ സെൻട്രൽ പോർഷനിൽ ഒരു അഭിഷേകത്തിന്റെ കരമിറങ്ങിയേച്ച് ചില അധികാരികൾ എന്റെ പ്രാർത്ഥനാമുറി ദൈവാത്മാവ് പറഞ്ഞു, ഒരഭിഷേകത്തെ പിടിച്ചു വച്ചോണ്ടിരിക്കാനല്ല. നീ ഒരു വചനം പറഞ്ഞേച്ച് പോകരുത്. എനിക്ക് ചിലത് കൈമാറാനുണ്ട്. ഞാൻ വന്നത് കൊണ്ടല്ല, എന്റെ യേശു ഇതിനകത്ത് വന്നത് കൊണ്ട് എന്റെ കർത്താവ് ചിലത് കൈമാറുക. പ്രാപിച്ചു തുടങ്ങിക്കോ അത്, പ്രാപിച്ചു തുടങ്ങിക്കോ അത്. ഒരു വലിയ ദൈവ നിയോഗമായി നിന്റെ ഹാർട്ടിനെ ബന്ധിച്ചതിനെ ദൈവം ഇന്ന് പകൽ അഴിക്കുകയാ. ഒരു സൗഖ്യം, ഒരു സൗഖ്യം, ഒരു സൗഖ്യം ഇപ്പോൾ നടക്കുന്നു. ഒരു സൗഖ്യം. വിശ്വസിച്ചേ. ഭൂതങ്ങളെ കണ്ടപ്പം വട്ടം കൂടി നിന്ന് കൈയടിക്കാനല്ല. സ്തോത്രം. കുറച്ചു നേരം കൈയടിച്ചോണ്ട് നിൽക്കാനല്ല, അതിനെ പുറത്താക്കാൻ. വിശ്വസിക്കുന്നോ നിങ്ങള്? ഓ, പലപ്പോഴും ഭൂതവിളകിയതൊന്ന് പുറത്താകാൻ പെടുന്ന പെടാപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഒരു പെടാപ്പാടും പെടണ്ട. നീ ഒരു അധികാരിയാണേല്, യെസ്, നീ ഒരു അധികാരിയാണേല് നീ നിൽക്കുമ്പോൾ തന്നെ. ഓ, പ്രാപിച്ചോ അത്. ഈ തിരുവനന്തപുരം പട്ടണത്തില്, ഇന്ത്യ മഹാരാജ്യത്ത്, ലോക രാജ്യങ്ങളില്, നീ എത്തുന്ന വേദികളില് നീ കയറി വരുമ്പം തന്നെ ദുരാത്മാക്കൾ ഓടുന്ന, ദുരാത്മാക്കൾ വിറയ്ക്കുന്ന. പ്രാപിച്ചോ ഈ പകലില്. സ്തോത്ര. ആത്മാവിൽ ഉറപ്പിച്ച് പ്രവചനാത്മാവിൽ ഞാൻ പറയാം, 2014 ഒരുപാട് വ്യക്തികളുടെ വ്യഥകളുടെ നാളുകളായിരുന്നു. പക്ഷെ ഇതിന്റെ ഒടുവിൽ മുതൽ ദൈവം തന്റെ നിയോഗത്തെ ദൈവം അയച്ചേച്ച്. സ്തോത്ര. ഈ പ്രാർത്ഥനയുടെ പിൻപിൽ ഒരു ദൈവനിയോഗം ഉണ്ടായിരുന്നു. നിങ്ങൾ കരുതിയ സമയത്തല്ല, ചിന്തിച്ചപ്പോഴല്ല, ഇതിന്റെ പിൻപിൽ ഒരു ദൈവനിയോഗം ഉണ്ടായിരുന്നു. ഇതുവരെ നടക്കാത്തൊരു ഉണർവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോവുക. പരിശുദ്ധാത്മാവ് എന്നോട് പ്രാർത്ഥനാ മുറിയിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, 2016 കേരളം മുഴുവൻ ആത്മമേഖലയെ കത്തിപ്പിടിക്കുന്നത് സംഭവിക്കാൻ പോവാ. സ്തോത്രം. സംഭവിക്കാൻ പോവാ 2016. അതിനുവേണ്ടി ഞാൻ ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ.
കളയെ ഞാൻ പറിച്ചു കളഞ്ഞേച്ച് വിശ്വസ്തരെ ഞാൻ പരമേൽപ്പിക്കുമെന്ന്. കളയെ പറിച്ചു കളഞ്ഞേച്ച് വിശ്വസ്തന്റെ കയ്യിലോട്ട് കൊടുക്കുമെന്ന്. കളയെ പറിച്ചേച്ച് വിശ്വസ്തന്റെ കയ്യിലേക്ക്. സ്തോത്രം. കർത്താവിന് വേണ്ടത് വിശ്വസ്തന്മാരെയാ. കർത്താവിന് വേണ്ടത് വിശ്വസ്തന്മാരെയാ. പണം നോക്കുന്നവനെ അല്ല, പദവി നോക്കുന്നവനെ അല്ല, സ്റ്റാൻഡേർഡ് നോക്കി നിൽക്കുന്നവനെ അല്ല. കർത്താവിന് വേണ്ടത് വിശ്വസ്തനെയാ. കഷ്ടതകൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലോ, പട്ടിണി വന്നാലോ, നഗ്നത വന്നാലോ, സ്നേഹത്തിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത, യെസ് യെസ്, ആർക്കും വരാത്ത വേദന നിനക്ക് വന്നില്ലേ? ആർക്കും വരാത്ത വേദന നിനക്ക് വന്നില്ലേ? പിരിഞ്ഞു പോകാത്ത നിന്റെ മേല ദൈവത്തിന്റെ നിയോഗം. പിരിഞ്ഞു പോകാത്ത. കഷ്ടത വന്നപ്പം ഇനി എന്റെ ഉപദേശം കുറയ്ക്കാവുന്നല്ല. വേദന വന്നപ്പോൾ ഞാൻ ഇനി വീട്ടിൽ കയറി ഇരിക്കാവുന്നല്ല. അതിന്റെ ഇടയിലും എന്നെ ജയാളിയെ പോലെ നടത്താൻ, അതിന്റെ ഇടയിലും എന്നെ ശക്തനാക്കി നടത്തുന്ന ഒരു ദൈവത്തിന്റെ നിയോഗത്തെ ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ചങ്ങലെ കിടക്കുമ്പോഴോ കിടക്കുന്ന കിടപ്പിനകത്ത് തുറന്നിരിക്കുന്ന ആദരം തുറന്ന് അവർ ആരാധിച്ചു തുടങ്ങിയപ്പോ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കിയേച്ച് ഒരു ഉണർവിനെ കാരാഗ്രഹത്തിൽ വിട്ടെങ്കിൽ, പ്രശ്നം വന്നപ്പോ മിണ്ടാതിരിക്കുന്നതല്ല, വേദന വന്നപ്പോ മാറുന്നവരെ അല്ല. ഓടി വരിക. ആ ദൂതിലേക്ക് ഒന്ന് ഓടി ഞാൻ വരാം. സകല ഭൂതങ്ങളെയും പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം. സ്തോത്രം. ദൈവരാജ്യത്തെ പ്രസംഗിക്കണം. സ്തോത്രം പറഞ്ഞേ. ഈ രോഗി സൗഖ്യമാകുമ്പോഴും ഭൂതം പുറത്താകുമ്പോഴും ഉറക്കപ്പെടേണ്ടത് ദൈവരാജ്യമാ, ഉറപ്പിക്കേണ്ടത് ദൈവരാജ്യമാ. ഭൂതം പുറത്തായി ആമേന്ന് പറയുന്നവരെ അല്ല, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിനെ വിടാതെ ദൈവരാജ്യത്തെ മുറുകെ പിടിക്കുന്ന ഭക്തന്മാരെയാ ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ആ ഭാഗമെല്ലാം ഞാൻ വിട്ടിങ്ങിറങ്ങി വരിക. ഈ ശക്തിയും അധികാരവും കിട്ടിയ അന്നു മുതൽ പിശാചിന്റെ ഒരു നോട്ടമുണ്ട്. ഇവരുടെ ഇടയിലുള്ള ഐക്യതയൊന്ന് പൊളിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്നലെ വരെ ഇവരുടെ അകത്തൊന്നും ചിന്തയില്ല ഞങ്ങളിൽ ആരാ വലിയ ആളെന്ന്. പക്ഷെ അധികാരം എപ്പോ കിട്ടിയോ, അഭിഷേകം എപ്പം വീണോ, അന്നു മുതൽ ഇവരുടെ മനസ്സിനകത്ത് പിശാച് ചിന്തിപ്പിക്കാൻ തുടങ്ങി, ഞങ്ങളിൽ വലിയ ആളാരാ. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാം, നിന്റെ മേൽ ദൈവം അധികാരം തരുന്നത് നിന്റെ വലിപ്പം കാണിക്കാനല്ല, നിന്റെ മനോഭാവം കാണിക്കാനല്ല, നിന്റെ തലക്കനം കാണിക്കാനല്ല. പിശാചിന്റെ പദ്ധതി അഭിഷേകമില്ലാത്ത കാലത്ത് ഒരു പിണക്കമില്ല, അസ്വസ്ഥതകളില്ല. അധികാരം കിട്ടിയെന്നറിഞ്ഞതേ അവന് മനസ്സിലായി, എന്റെ പദ്ധതികളെ ഇവർ പൊളിക്കാൻ പോകുകയാ. അതുകൊണ്ട് അവരുടെ ഇട കൊണ്ടുവന്ന ചിന്തകൾ കൊണ്ടുവന്ന് അവരെ ഒതുക്കുകയാ. ശ്രദ്ധിച്ചേ. ഒരാത്മപ്രവൃത്തി നടക്കാത്തെടുത്ത് പിശാച് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കൈമാറ്റം നടന്നാൽ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ഇവനെ കുറച്ച് തലക്കനം വെപ്പിച്ചാൽ ഇവനുള്ള അധികാരം പൊളിയുമെന്ന് അവൻ അറിയാം. ഇവൻ നേടിയെടുത്ത ദൈവശക്തി മാറുമെന്ന് അവൻ അറിയാം. പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാം, ദൈവം നിന്റെ മേൽ എന്തേലും ഏൽപ്പിച്ചെങ്കിൽ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞേച്ച് താഴെ വീഴാൻ കഴിവുള്ളവനെയാ ഈ നാളുകളിൽ എന്റെ ദൈവത്തിന് ആവശ്യമുള്ളത്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ദൈവം എന്തായാലും ഏൽപ്പിച്ചെങ്കിൽ ഞാൻ ആ ഇന്ന ആളാന്ന് കാണിക്കാനല്ല, എന്റെ പേരുയരാനല്ല, ദൈവം തന്നതിന് മുമ്പ് വീഴാൻ കഴിയുമോ? കഴിയുമോ? സ്തോത്ര. യോഗ്യനല്ലെന്ന് പറഞ്ഞു വീഴാൻ, ദൈവം മുമ്പാകെ ഒന്ന് വീഴാൻ കഴിയുന്നവനെയാ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം തിരയുന്നേ.
ഇതുവരെ ഇല്ലാത്ത പ്രശ്നം എന്താ ഉണ്ടായി? ഒരധികാരം ഇവർക്ക് കൈമാറാൻ പോവാ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവി പറയാ, വിശ്വസിക്കുന്നവരുടെ മേൽ ശക്തിയാൽ നിറയ്ക്കാൻ ദൈവം ശക്തനാ, അധികാരം തരാൻ ദൈവം ശക്തനാ. പക്ഷെ അതിൻ്റെ ഇടയിൽ അവനൊരു ചിന്ത കൊണ്ടുവരും. ഈ അധികാരത്തിന്റെ കനം നിന്റെ തലക്കേർത്തിയേച്ച് നിന്റെ അധികാരം പുറത്തു വരാതിരിപ്പാൻ പരാജിതരാ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഇരിക്കുന്നത് രാജസ്ഥാനത്താണെങ്കിലും പെട്ടകം കണ്ടപ്പം ഇറങ്ങി വന്ന് തന്റെ വലിപ്പം നോക്കാതെ ഉയർന്നവനെ സ്തുതിക്കുന്ന ഒരുവനെ പോലെ കയറി വരാൻ കഴിവുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതിന്റെ മേല ദൈവശക്തി വെളിപ്പെടാൻ പോകുന്നത് അവരുടെ മേല. വിട്ടുകൊടുത്ത് ദൈവം എന്നെ എത്ര മാനിച്ചാലും എന്റെ ആരാധന കുറയാതെ, എന്റെ പ്രാർത്ഥന കുറയാതെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി പറയാം, അധികാരം കൊടുത്ത പലർക്കും തലക്കനം പിടിച്ചു. സ്തോത്രം. താഴോട്ടിറങ്ങി വരാൻ മനസ്സില്ലാതായി, മറ്റുള്ളവർക്ക് കൈ കൊടുക്കാൻ മനസ്സില്ലാതായി. മാനുഷികമായ ചിന്ത ഞങ്ങൾക്കെന്തോ ലഭിച്ചെന്നാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ താഴ്മ എപ്പോ പൊട്ടിയോ അവിടെ നിങ്ങളിൽ അവിശ്വാസം ജനിച്ചു കഴിഞ്ഞു, നിങ്ങളിൽ കോട്ടമുണ്ടായി കഴിഞ്ഞു, നിങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങാൻ പോകുകയാ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാം, ഇന്ന് പകലിൽ ഇതിനകത്തൊരു അധികാരത്തെ ദൈവം പകരുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. പക്ഷെ ഇത് കഴിയുമ്പോൾ തലക്കനം പിടിക്കാനല്ല, അഹങ്കാരത്തോടെ മാറി നിൽക്കാനല്ല, ആവശ്യക്കാരന് വേണ്ടി ഈട്ടിവിൽ നിൽക്കുന്നവനെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടത്, തലക്കനമുള്ളവനെ അല്ല. ഞങ്ങളിൽ ആർ വലിയവനെന്നല്ല, ഞങ്ങളിൽ ക്രിസ്തു വലിയവനെന്ന്, ഞങ്ങളിൽ യേശു വലിയവനെന്ന്. പ്രാർത്ഥിച്ചു തുടങ്ങുക പ്രിയരെ. ദൈവം നിന്നെ നിയോഗിക്കാൻ പോകുകയാ. ദൈവത്തോട് പറ, ദൈവം എന്തെപ്പിച്ചാലോ എനിക്ക് മാനുഷികമായ അഹങ്കാരമില്ലാതെ, മാനുഷികമായി താഴ്മയില്ലാതെ ഇരിക്കുന്ന മേഖലയുണ്ട്, അതിനെ ഒന്ന് പൊളിക്കാൻ പ്രാർത്ഥിക്ക. സ്തോത്രം. സ്റ്റാറ്റസ് നോക്കി കൈ കൊടുക്കുന്നവനല്ല അധികാരി. സ്തോത്രം പറഞ്ഞാട്ടെ. അവന്റെ താഴേക്കിറങ്ങി വരുന്നവന്റെ പേര് അധികാരി. ഇന്ന് പകലിലും ആത്മാവി പ്രാർത്ഥിക്കുന്നവരോട് പറയാ, ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാ ചിലത്. സ്തോത്രം. ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാ ചിലത്. ഇന്ന് പകലിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ദൈവം നിന്റെ പക്ക ചിലത് ഏൽപ്പിക്കും. നാളെ തലക്കനം പിടിച്ചോണ്ട് നടക്കരുത്, നാളെ താഴ്മയില്ലാതെ നടക്കരുത്. ഒരു പ്രവചനം കിട്ടിയാൽ ഹെഡ് വൈറ്റ് ഇടരുത്. ഒന്നുകൂടി വീഴാൻ തയ്യാറാക, ഒന്നുകൂടി താഴാൻ തയ്യാറാക. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെ നിറച്ചതെന്ന് പറഞ്ഞേച്ച അപ്പന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാക. അപ്പന്റെ മുമ്പിൽ ഒന്ന് വീണേ. തുറന്ന് പറയാ, അപ്പന്റെ മുമ്പിൽ ഒന്ന് വീഴുന്നില്ല. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെ, ഇവരുടെ ഇടയിൽ അധികാരം കിട്ടിയ അന്ന് മുതൽ ഇവരുടെ ഇടയിൽ ഉഗ്രവാദമുണ്ടായി, ഉഗ്രമായ വഴക്കുകൾ ഉണ്ടായി. അതിൻ്റെ ഇടെ 9 പേരും പരാജയപ്പെട്ട് നിൽക്കുക. 3 പേര് കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോയച്ചു വരിക. അവര് പറയുക, ഞങ്ങൾ ഒരുത്തനെ കണ്ടു, അവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. എനിക്കൊരു ഞെട്ടലുണ്ടായി. 12 എണ്ണത്തിനെയല്ലേ കൈവച്ച് അഭിഷേകം ചെയ്തുള്ളോ, ഒന്നുകൂടി പറഞ്ഞ അധികാരം കൊടുത്തുള്ളല്ലോ, പിന്നെ ഇവൻ എവിടുന്ന ഈ അഭിഷേകം? സ്തോത്രം പറഞ്ഞേ. ഇവൻ ആര് കൊടുത്തിത്? ആത്മാവി സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്താൻ പറഞ്ഞു. ഒരു വലിയ അഭിഷിക്തന്റെ കരം നിന്റെ മേൽ വന്നില്ലെങ്കിലും, സ്തോത്രം,
ആരുടെയെങ്കിലും ആമേൻ ആ കൈയൊന്ന് എൻ്റെ തലമേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പം അവര് നിന്നെ വിട്ടുമാറിയാലും, അവരുടെ ഇട നീ നിന്നില്ലെങ്കിലും, ദൈവത്തിന്റെ ശക്തി അധികാരം യേശു കർത്താവ് കൈമാറിയപ്പോൾ ഉയരത്തിലെ പിതാവ് പറഞ്ഞു, ഈ 12 എണ്ണത്തിന്റെ മേൽ മാത്രമല്ല, ഇവിടെ വന്ന് നിൽക്കാത്ത ചിലതിന്റെ മേലോ ഞാൻ എന്റെ ഓർഡിനേഷൻ കൊടുത്തെന്ന്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയോ? ആ സമക്ഷത്ത് വരാത്തതിന്റെ മേലോ എന്റെ ഓർഡിനേഷൻ ഞാൻ കൈമാറിയെന്ന്. ഓഹോ, ഏറ്റെടുത്തോ കേട്ടോ, ഏറ്റെടുത്തോ കേട്ടോ. നിരത്ത് നിർത്തി ഗ്രാജുവേഷൻ ചെയ്യുമ്പോ ചുടമനഘടകസിയ കരം വന്ന് വീഴാത്ത ഒരുവന്റെ മേൽ ഇതാ ഒരു ദൈവകര. ഓ, ഇദ്ദേഹം ആരാന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം പറഞ്ഞേ. അദ്ദേഹത്തിന്റെ പേര് അവിടെ പറയുന്നില്ല. പക്ഷെ എൻ്റെ കർത്താവ് റിയലായിട്ട് 12 പേർക്ക് ഇത് കൈമാറിയുള്ളൂ. പക്ഷേ ആ സവിധത്തി വന്നില്ലേലും ദൈവം നിയോഗിച്ചതാണോ നിന്നെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിനറിയാം. വിശ്വസിക്കാൻ ദൈവമക്കൾ തയ്യാറായിക്കോ കേട്ടോ. ആരും അറിയാതെ കിടന്നൊരു ദാവീദിനെ രംഗപ്രവേശനം ചെയ്യിപ്പിച്ചേച്ച് അവനിട്ട മുഷിഞ്ഞ വസ്ത്രം കിടക്കെ തന്നെ അവൻ്റെ മേൽ അഭിഷേകത്തെ ഒഴിച്ച ദൈവമാണെങ്കിൽ, മുന്തിരിച്ചക്കിനരികെ കിടന്നിരുന്ന, ഒന്നുകൂടി പറഞ്ഞ ഗിദയോനെ പൊക്കിയെടുത്തേച്ച് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ഏൽപ്പിച്ച ദൈവമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി അന്ത്യകാലഘട്ടത്തിൽ ഞാൻ പറയാം, പ്രഗത്ഭന്മാരൊന്നും നിന്റെ തല കൈവച്ചില്ലെങ്കിലും, പ്രഗത്ഭന്മാരുടെ യോഗത്തിൽ നീ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും, ഒരു ഫയർ മീറ്റിംഗിൽ ചെന്ന് ചാടിയില്ലെങ്കിലും, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ എന്ന് പറയുന്നു വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ തലക്കനമുള്ളവൻ മാറി നിൽക്കുമ്പോ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരോ. യെസ്, പ്രാപിച്ചോ ഈ പകലില്ല. പുറത്തു വരാൻ പോവാ. ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാ. നിയോഗമുള്ള ചിലന് പുറത്തു വരട്ടെ. ഒന്നുകൂടി എടുത്തു പറയാം, ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു അഭിഷിക്തനുമായി നിനക്ക് ബന്ധമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് വിഷയമല്ല. എൻ്റെ ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടേ. നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇടം നിന്നെ ഏൽപ്പിച്ചത് ആരാന്ന് ചിലർ ചോദിക്കുമ്പം, നിന്നെ ഒഴിവാക്കാൻ ചിലർ നോക്കുമ്പം, സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇല്ല, നിന്റെ മേൽ ചിലത് തന്നെങ്കിൽ ആര് നിന്നെ ഒഴിവാക്കാൻ നോക്കിയാലും അവരൊഴിവാകുന്നതല്ലാതെ നിന്റെ ശുശ്രൂഷ മങ്ങിപ്പോകുകയല്ല. ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. നിന്നെ ഉപേക്ഷിക്കാൻ നോക്കിയാലും, നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, കമോൺ കമോൺ കമോൺ, കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു. ആരൊക്കെയോ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എടാ, നീ കൂടെ വന്നില്ലേലോ, നീ ഒറ്റയ്ക്ക നടക്കുന്നതെങ്കിലോ ഇന്ന് പകൽ വ്യത്യസ്തമായി നിർത്തി നിന്റെ മേൽ ചിലത് പകരാൻ, കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചേ, നിന്റെ മേൽ ചിലത് പകരാൻ. എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ടീമിലും നിന്നെ കയറ്റിയില്ലേലും, സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ, ഒരു ഗ്രൂപ്പിനകത്ത് നീ ചെന്ന് വിട്ടില്ലെങ്കിലും, ഒരു ഗ്രൂപ്പല്ല അഭിഷേകം കൈകാര്യം ചെയ്യുന്നേ, അധികാരം കൈകാര്യം ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പല്ല കേട്ടോ. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഒരു ഗ്രൂപ്പ് പരാജയപ്പെട്ട് നിൽക്കുമ്പം ഒറ്റപ്പെട്ടവനെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവ്. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതായത്. കൂടെയുള്ള വലിയ ആരും നിന്നെ കൈ തന്നില്ലേലും, ശമനഘടകസിയ നിനക്കൊരു വേദി ഒരുക്കിയില്ലെങ്കിലും, നീ അതിലെത്തപ്പെട്ടില്ലെങ്കിലും, നിന്റെ മേൽ പകർന്നതിനെ ശക്തിയോടെ ആരാധിച്ചു. ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് ഇറങ്ങുക, ഒരു ദൈവശക്തി വ്യാപരിക്കുക. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, അറിയപ്പെടുന്ന ഗ്രൂപ്പിൽ നീ വന്നില്ലെങ്കിലും, സ്തോത്രം. ഞാനും ഒരു സംഘടനയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം, ഒരു സംഘടനയുടെ ലേബൽ നിനക്കില്ലെങ്കിലും ദൈവം നിന്നെ അധികാരിയാക്കിയാൽ അതിനെ തടയാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഒന്നുകൂടി എടുത്ത് ഞാൻ പറയാം, ഒരു പൈശാചിക കേന്ദ്രങ്ങൾക്കും കഴിയത്തില്ല.
ചോദ്യം ചെയ്യാൻ വന്ന അഭിഷിക്തന്മാർ, ഞാൻ ആ വാക്കുകൂടി എടുത്തു പറയുന്നു, ചോദ്യം ചെയ്യാൻ വന്നത് പിശാചല്ല, ഇന്നലെ അഭിഷേകം പ്രാപിച്ചവനാ, ഇന്നലെ നിയോഗം കിട്ടിയവനാ. ഇവനോട് പറയുന്നത്, ഞങ്ങളുടെ കൂടെ വരുന്നോ, ഇല്ലെങ്കിൽ നീ ഇനി ശുശ്രൂഷ ചെയ്യരുത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാം, അധികാരമുള്ളവനെ ഒതുക്കാൻ നോക്കിയത് കഴിഞ്ഞകാല അഭിഷേകം പ്രാപിച്ചവനാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, കഴിഞ്ഞകാല അഭിഷേകം പ്രാപിച്ചവൻ ഒതുങ്ങിയാലോ അധികാരി ഒതുങ്ങുകയല്ല. നിനക്കെതിരെ രേഖ എഴുതിയത് ഇന്നലത്തെ അഭിഷിക്തനാകുഞ്ഞേ. ആത്മാവി തിരിച്ചറിയ, ദാവീദേ, നിന്നെ കൊല്ലാൻ നോക്കുന്നത് ഇന്നലത്തെ അഭിഷിക്തനാ. സ്തോത്രം, സ്തോത്രം പറഞ്ഞാട്ടെ. പുറത്തു നിന്നുള്ള ശത്രു അല്ല നിന്നെ ഇപ്പം ഭീതിപ്പെടുത്തുന്നേ, ഇന്നലെ അഭിഷേകം പ്രാപിച്ചവനാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ ആത്മാവി പറയാം, കഴിഞ്ഞകാല അധികാരം കൈകാര്യം ചെയ്തവർ അധികാരത്തിൽ നിന്ന് മാറിയെന്ന് കണ്ടപ്പോൾ ഈ കാലഘട്ടത്തിൽ അധികാരം പ്രാപിച്ച ചിലതിനെ ഒതുക്കാൻ പിശാച് കയ്യിലെടുത്തത് ഇന്നലകളിൽ ശക്തി പ്രാപിച്ചവനെയാ. കേൾക്കണേ, ഇന്നലെ ശക്തി പ്രാപിച്ചവനാ ഇന്നത്തെ ആത്മമേഖലയുടെ തടസ്സം എന്ന് പറയുന്നേ. സ്തോത്രം. പുറമേ ഉള്ള പിശാചൊന്നുമല്ല കേട്ടോ, പുറമേ ഉള്ള ദുരാത്മാവൊന്നുമല്ല. അത് നീ എഴുന്നേറ്റ് അത് പൊട്ടിപ്പോകുന്നേ ഉള്ളൂ. അവന്റെ തലയെ കർത്താവ് തകർത്തതാ. പക്ഷെ ഇന്നലകളിൽ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ ചിലര്, അധികാരം ഉണ്ടെന്ന് പറഞ്ഞവര് ഇവനെ തടയാൻ നോക്കുക. അധൈര്യപ്പെടരുത്. ഇത് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിലെ കുഴപ്പമാ. എന്ന് ദൈവസഭ ആരംഭിച്ചോ, എന്ന് അഭിഷേകം വീഴാൻ തുടങ്ങിയോ, അന്ന് മുതലുള്ള പദ്ധതിയാ. മുൻപേ ഉള്ളവൻ പുറകെ വരുന്നവനെ കുത്തുക എന്നുള്ളത്. അത് കണ്ട് നീ ഒതുങ്ങരുത്. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂത, ആ വാക്ക് കേട്ട് നീ തളരരുത്. സ്തോത്രം. ചിലപ്പോ നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചോദിക്കും, നീ ആരാ? ഞങ്ങൾക്ക് ഒരുപാട് പാരമ്പര്യം പറയാനുണ്ട്. ഞങ്ങൾ കർത്താവ് ഡയറക്റ്റ് കൈവച്ചു വിട്ടതാ. നെവർ. അങ്ങനെ പറഞ്ഞ പലരും ഇന്ന് അധികാരത്തിലില്ല. അങ്ങനെ പറഞ്ഞ പലരിലും ശക്തിയില്ല. പക്ഷെ നിന്നിലൊരു ശക്തിയുണ്ട്. നിന്നെ ആര് വിരോധിക്കാൻ നോക്കിയാലും എൻ്റെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ആര് കൂടെ നിർത്തിയില്ലെങ്കിലും, ആരും ഒരു പ്രോത്സാഹനം തന്നില്ലെങ്കിലും, ആരും കരം പിടിച്ചുയർത്തിയില്ലെങ്കിലും, വേദനയിൽ വന്ന് താങ്ങാൻ ആരുമില്ലെങ്കിലും, നിന്റെ മേൽ വീണ അഭിഷേകമില്ലേ, അത് നിന്നെ ചലിപ്പിക്കാൻ കഴിവുള്ളതാണെന്നും, യെസ്, അത് തളരാതെ നിർത്താൻ പ്രാപിക്കാതെ. ദൈവത്തിന്റെ ശക്തി കരമടിച്ചു റിസീവ് ചെയ്തു. അധികാരം പ്രാപിക്കുന്ന ദൈവമക്കളെ, ഈ അധികാരം പ്രാപിച്ച് കയറി വരുമ്പം ചിലരൊക്കെ നിന്നെ കുത്താൻ വരും. സ്തോത്രം പറഞ്ഞേ. ചിലരൊക്കെ നിന്നെ വഴക്കുണ്ടാക്കാൻ വരും. മിണ്ടരുത്, കാരണം നീ അധികാരിയാ. ഒന്നുകൂടി ഞാനിങ്ങനെ പറയാം, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് 4 പേർ വട്ടം കൂടി കുറ്റം പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. സ്തോത്രം പറഞ്ഞേ. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ അധികാരിയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാ, ആരെങ്കിലും പറഞ്ഞ പഴി കേട്ട് ആരാധന കുറച്ചു വച്ചെങ്കിൽ ഇന്നു പകൽ അതിനെ പൊട്ടിച്ചോണം. ആരെങ്കിലും പറഞ്ഞ തളർത്തുന്ന വാക്ക് കേട്ട് ശുശ്രൂഷ എന്നീ ലിമിറ്റേഷൻ വെച്ചെങ്കിൽ ഇന്നു പകൽ അതിനെ പൊളിച്ചോണം. ആരേലും പറയുന്ന വേദനയുടെ വാക്ക് കേട്ട് നീ ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽ അതിനെ പൊട്ടിച്ചോണ്ട് പുറത്തു വരാൻ. യെസ്, ആ ഒരു മേഖലയില് യെസ് ദൈവം നിന്നോട് പറയുന്നു. ചില വ്യക്തികളുടെ വാക്ക് കേട്ട് ദൈവം തന്ന പ്രവചനത്തെ അടച്ചു വെച്ച വ്യക്തിയെ നീ പുറത്തു വാ.
ദൈവാത്മാവ് ആ മേഖലയെ കയറി ദൈവാത്മാവ് ഇടപെടുക. വ്യക്തികളുടെ വാക്ക് കേട്ട് ദൈവം തന്ന ശുശ്രൂഷയെ മനഃപൂർവമായി അടച്ചു വെച്ച ചിലതിന്റെ ആധാരത്തെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ തുറക്കും. സ്തോത്രം. ഞാൻ ഓടി നിർത്താം, എന്നിട്ട് പ്രാർത്ഥിക്കാം. തള്ളിപ്പറഞ്ഞ പത്രോസ് മാളിക മുറി വിട്ടിറങ്ങി വന്നപ്പം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുക. സ്തോത്രം. ഇന്നത്തെ കാലത്തായിരുന്ന പത്രോസിന്റെ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്യാൻ 10 പേര് വന്നേനെ. 50 ദിവസം പിന്നിൽ നീ ആരായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പത്രോസിന്റെ മേൽ വ്യാപരിച്ചത് 50 ദിവസം പിന്നിൽ തള്ളിപ്പറഞ്ഞപ്പോൾ അകത്ത് കയറിയ ദുരാത്മാവല്ല, ഇവനാള് മാറി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവിൽ പറയാം, ഈ 21 ദിന പ്രാർത്ഥനയുടെ അകത്ത് ദൈവം നിന്നെ ആള് മാറ്റുക. 50 ദിവസം പിന്നിലുള്ള വ്യക്തിയല്ല നീ. ഇന്നലെ വേദന വന്നപ്പം തകർന്നു പോയവനല്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്തവനല്ല നീ. ഒരു സൈന്യ സമേതനായി പുറത്തു വരാൻ, ഒരു അധികാരിയെ പോലെ എഴുന്നേക്കാൻ. ആ തീതിനകത്ത് ഇറങ്ങുക. ആ തൂത് മനസ്സിലാക്ക. നിന്നെ അപ്പൻ മിണ്ടാതാകാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതല്ല കുഞ്ഞേ ദൈവനിയോഗ. വിശ്വസിച്ചോ? ചിലരുടെ മേലൊക്കെ ദൈവം ചിലത് കൈമാറിയതാ, ദർശനം തന്നതാ. പക്ഷെ സാധ്യതകൾ വെച്ച് നീ അങ്ങ് ഒതുക്കി അതിനെ. ആരൊക്കെ എന്തോ പറയുന്നത് കണ്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പൊക്കോളാം. പക്ഷെ സ്വർഗം നിന്നോട് പറയുന്നു, നീ ഇങ്ങനെ ചലിക്കാനുള്ളവനല്ല. നിന്റെ അകത്ത് വെളിപ്പെട്ട അധികാരം എല്ലാ പരിധികളെയും പൊട്ടിച്ചോണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ളതാ. പഴി പറയുമ്പം ബലപ്പെടുന്നവരല്ല, വേദനയുടെ വാക്ക് പറയുമ്പം ബലപ്പെടുന്നവരല്ല, ഒരു നിയോഗത്തിന്റെ കൈമാറ്റത്തെ വെളിപ്പെടുത്തിയേച്ച് വേദനകളുടെ ഇടയിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തിയെ നിന്റെ മേലെ ദൈവം കൈമാറാൻ പോകുകയാ. ഇപ്പോൾ തൊടുക 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 തൊടുകയാ 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 പിടിച്ചോ. തൊടുന്നു തൊടുന്നു. നീ ഒതുക്കിക്കളഞ്ഞ വെളിപ്പാട് പുറത്തു വരിക, പുറത്തു വരികയാ. റിസീവ് ചെയ്തോ? കരമടിച്ചു ചില നിമിഷങ്ങളില്. നീ ഒതുക്കിക്കളഞ്ഞ വ്യക്തികൾ, ഒതുക്കിക്കളഞ്ഞ സമൂഹം, ഒതുക്കിക്കളഞ്ഞ ആരെയോ പഴി കേട്ട് നീ മിണ്ടാതായി പോയതിനെ ദൈവം പൊളിക്കുകയാ. ഇരട്ടി ശക്തിയോടെ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. കത്തിത്തുടങ്ങട്ടെ, കത്തിത്തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തെ വേദനയുടെ ചരിത്രം പറഞ്ഞിരിക്കാനല്ല, തകർച്ചയുടെ ചരിത്രം പറഞ്ഞിരിക്കാനല്ല, ഏൽപ്പിച്ച ദൗത്യം നിന്റെ മേൽ പകരാൻ ഒരു നിയോഗം. പിടിച്ചോ, പിടിച്ചോ, നീ പ്രാപിച്ചോന് ആള് മാറിയവനെ പോലെ. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. ദൈവത്തിന്റെ നിയോഗം ഇറങ്ങുക. ചിലരത് പ്രവചിച്ചു തുടങ്ങുന്നു. യെസ് യെസ്. കരമടിച്ചു ദൈവത്തെ ചില നിമിഷങ്ങളിൽ ആരാധന തുടരുമ്പോ തന്നെ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, 7 പേർ ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട്. 7 പേർ, 7 പേർ, 7 പേർ. 7 പേര്, ഒരു പുതിയ നിയോഗം പ്രാപിച്ചോത്, പ്രാപിച്ചോത്. യവനക്കാരൻ്റെ ഒരു അന്ത്യകാല വെളിപ്പാട്,
ഒരെൻടൈം റിവൈവൽ, ഒരന്ത്യകാല വെളിപ്പാട് നിന്റെ കയ്യിലേക്ക്. ഓ യേശുവിന്റെ നാമത്തിൽ ഈവല ഭക്ഷകരന്തല വത്തകനംശൽ കടകൾ ീടവരന്തൽ കടക രഹദ 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 ഈവല ഭക്ഷകരത്തന ഗക്ഷകരത്തന ഗക്ഷകരത്തിന കൽക്കട ഗക്ഷകരന്തി കൽക്കട ഗച്ചം ീര കടക മാന സന്ദ രാധ രീത 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 ദൈവത്തിന്റെ നിയോഗം വസ്ത്ര ഭക്ഷകർ കൈമാറ്റം പോലെ, കൈമാറ്റം പോലെ, കൈമാറ്റം പോലെ. ഭാരക്കടകം ദീവലപക്ഷം ഭാരക്കടകം ദീവലപക്ഷം ഊഷാരേ ഗണഗലഗര ധീരവല ഉടവന സാധനകരാധക യേശുവിന്റെ ശക്തി ഇറങ്ങുക. ഇപ്പോൾ ഒരു ദൈവനിയോഗം. ഈ സ്റ്റേജിൽ നിൽക്കുന്ന അഭിഷിക്തന്മാർ ഞങ്ങളെല്ലാം വെറും ശൂന്യരാ. പക്ഷെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ജയാളിയുണ്ട്. ഞങ്ങൾ തളരുമ്പോഴും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന, ഞങ്ങൾ വേദനിക്കുമ്പോഴും ഞങ്ങളെ പിടിച്ചെടുക്കുന്ന യേശുവിന്റെ കരം ത്തിന്റെ മേൽ അതല രഗദുരവല ശംധുരവല വൽപവദന രഗദുരഗഡഗൽ അതല രഗദുരവല ശംധുരവല വല ശധര രഗദുരവല വല അസ്തര രഗശൽ കടക രഗദ 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 അസ്തര ഗച്ഛക രാധക നീതക നാതക രീതക നത്തല വച്ചല വത്തല വക്കല വത്തല വൈഡക രഗദ രഗദ ഗച്ഛക രാധക രഗദ രേദ രഗദ രാധ രേദ രഗദ രാജ രത്ത ഈവലകടകല വിരവല വത്തുല വത്തല വന്ദല വച്ചല വത്തല വൈഡക അത്തുര വക്കല വേദക രച്ചല വിരഗണ വത്തല വൈഡക തുര വച്ച രീതക രന്ത രേദക രച്ച രൂഢവരത്ത അത്തുര വച്ച വൈഡക രത്ത രീബല വച്ച തുര വച്ച വൈഡക രത്തല ദീപ പ്രൗഢവ അന്തര വേദിക ഓ രീജ മാന അത്ത രാജ രീബ രാമ അത്ത രാജ ഓ രീബല വത്തല വച്ചല വത്തല വന്ദല വേദിക ഓ രാമ രന്ത രേദക അത്തുര 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 വത്തല ജീവരച്ചരത്തരാദ വൈഡരത്തരച്ചരാദ വീരവത്തലന്തരാദ ഉടവാ ഹതനവലവലവ ശംബരാദലാദലാദല അതുരഗടകല അതുടലവലവലവല ഊരജാരകൽക്കല അതുടലവലവലവല രവാ രവാ രഗത്തു അന്തലാദ രേദലത്തു രച്ചരത്തരച്ചരേ അന്തുരച്ചരേദലത്തരച്ചരാദ രീദഗത്ത അന്തലച്ചരേദഗത്തുരത്തരേദിഗത്തരേ സന്തലാദ കടകൽ 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 ഗ്ലോറി 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 തരഗച്ഛകരത്തന വൽപവ ഉടരവലവലവല ശംബലലവലവല ഓ ശവന അതുരാരകൽക്കമാരഗടക ശതലാനയാന അതല ജുഗരഗടകൽക്കലാദി അടല നമപ്രഭ ശംബലേരിയാന അതുരാജകൽക്കലേദിഗസി ഓ റിയാലവലവലവ അംദല റബശൈഡലാരയാന അതുരാജകൽക്കലേ സൈഡലാരയാന ഓ യേശുവിൻ നാമത്തിൽ ഉടരബശൈഡലാരയ ഓ റികവസതലേ ഉരലബശൈഡലേ ഉരലബശംബലാരയ ഓ ഗ്ലോറി 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 ഉടരവലവലവലവലവലവ ഓ റിഷാദരത്തരാദ രീദഗന്ധരേദി അത്തുരച്ചരത്തരേദ ഗത്തുരംബരേദ ഗത്തു അത്തുരച്ച വൈഡരച്ചരത്തരാദ രീദഗത്ത അന്തരച്ചരേദ ഗത്തുരച്ചരേദി ൂടരാലവ സംതലാദനാരയ അത്തുരാജരാധീകലച്ചരാദയ അന്തുരാജ വൈഡലച്ച രത്തലച്ച അത്തുരച്ച വൈദരേതി രീപവച്ച രന്തല അത്തുരച്ച വൈഡര അത്തുരച്ച രേദക അത്തുരച്ച വൈഡര് അന്തുരച്ച വൈഡര് അത്തുരച്ച വൈഡര് അത്തുരച്ച രത്തല അന്തരച്ച രേദിക അത്തുരച്ച വൈഡര് അത്തുരച്ച വൈഡര് അന്തലച്ച രേദിക അത്തുരച്ച വൈഡര് അത്തുരച്ച രത്തരാജ രീതകത്ത രന്തല അത്തുരച്ച വൈഡവച്ച രത്തലാജ രേദികത്ത ഓ റിഷാ ദേ രേ ദേ രേ ദേ രേ എസ് 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 എസ്
Tudalabalaba, Sharabalabala, Udabalabalaba, Shandalabalaba, Atalabalaba, Vaidalabalaba, Andalabalaba, Viravatalaba, Tudalabalaba, Viravatalaba, Aturabalaba, Rigalatalaba. Yes, yes. Udalabalaba, Shaturalabala. Aduragalaba, Saidalabalaba. Udalabalaba, Shandalabalaba. Oh. Ribalabala, Shaturalabalabala. Atulalabalabala, Digalagalasia. Oh, Rialaba, Shambalaya. Violet Prava Shambalaya. Oh, Ria Shakaradi. Oh, Rava Shambalari. Uralaba Shaidalaya. Uralaba Sikamalaya. Andala Rava Shaidalaya. Uralaba Shaidalaya. Oh, Rashakarasi. Uralaba Rava Saidal Pravachasi. Atula Ragashandare Alaba Handarada Atalaja Radalada Vaidalada Oh Rigala Matula Mandala Matala Matala Vaidava Adaga Radha Rediga Ratchula Matala Mandala Ataraja Vaidalaja Rataraja Handaraja Udaracha Vedikana Vaidakadu Divala Matte Vaidagaratte Riva Paude Vedigaratte Andala Ratchala Veeragaratala Dira Pravda Mandala Vedi Oh Risha Oh, Rishala Bala 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 Adula Bala Samdala Rabal Prabhajasia Adula Ragal Kararia Lava Ura Lava Shamdalari Yes ഒരു പ്രവചനത്തിന്റെ അധികാരം ചില വാഴ്ചകളെ പൊളിക്കാൻ നിന്റെ മേൽ പ്രവചനം പ്ലസ് ഒരു അഭിഷേകം യെസ് യെസ് പിടിച്ചോറിയാറ് ആ തീരിന്റെ മേലിറങ്ങുക പ്രവചനത്തിന്റെ കൂടെ ഒരു അഭിഷേകം ഓ ഓ ഓ പ്രവചനത്തിന്റെ കൂടെ കത്തട്ടെ ആ ദൈവശക്തി ഇത് കാഴ്ച കാണുകയല്ല നീ പ്രാപിക്കുകയാണ് ചരിത്രങ്ങളെ തിരുത്തി എഴുതാ ജീവിതങ്ങളെ തിരുത്തി എഴുതാ ഒരു അന്ത്യകാല അഭിഷേകം ഓ സിസ്റ്റർ നിന്റെ ആദരത്തിൽ ഒരു പ്രവചനാത്മാവ് ഈ അത് പ്രവചിച്ചു തുടങ്ങുക ചില തൂതുകൾ നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കുന്നു അതിദേശത്തോടുള്ള ബന്ധത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവനിയോഗമുള്ള സഭയോടുള്ള ബന്ധത്തെ ദൈവം ഈ 15ാമത്തെ ദിവസം ചിലരെ പ്രവാചകന്മാരായി ചില അപ്പോസ്തലന്മാർ പുറത്തു വരട്ടെ ഈ വയലിൽ ആത്മമേഖലയിൽ തീ പിടിപ്പിക്കാൻ കഴിവുള്ളവർ ഒരപ്പോസ്തലിക കോളി നിന്റെ മേൽ ഒരപ്പോസ്തലിക അഭിഷേകം Astarada, Ridarada, Hashal Kadagam, Divala Vacham, Batagaramsham, Divala Vatam, Vadigaram, Valpam Vatam, Vashangalkam, Dival Kadagam. Yes. Welcome, Divala Vatta, Valpa Vatta, Vasha Valpa, Vaida Vatta, Valpa Vaidi. Attagacha, Galkaradi, Gattagacha Vandi. Pravcho. Pidave. Yes. പ്രിയരെ കർത്താവ് ഇന്ന് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഇതിന്റെ ബാക്കി ഭാഗം എടുക്കുമ്പോൾ ആ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ദൈവം വീണ്ടും ഇതിനകത്തൂടി പുറത്തു കൊണ്ടുവരും. എനിക്കറിയാം എൻ്റെ കർത്താവ് ദൈവരാജ്യത്തിന് ശൂന്യത വരുത്തുന്ന കർത്താവല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ കോളേജിൽ പിള്ളേർ കയറിയില്ലേലും സ്തോത്രം പറഞ്ഞേ. ഇന്നത്തെ മിക്കവാറും ബൈബിൾ കോളേജെല്ലാം പൂട്ടലിന്റെ വക്കില. പക്ഷെ ഞാനൊരു കാര്യം ആത്മാവി പറയാം, പിശാചേ നീ എന്ത് പദ്ധതി ഒരുക്കിയാലും
ഞാൻ വിശ്വസിക്കുന്നുണ്ട് 2015 നമ്മൾ തിരുവചനം പഠിപ്പിക്കുന്ന സെമിനാറുകളിൽ ഒരാത്മമേഖല തുറന്ന് സ്റ്റുഡൻസ് ഓടിക്കയറുന്നതാണ് ഞാൻ ആത്മാവി കാണുന്നത്. സ്റ്റുഡൻസ് ഓടിക്കയറും. ഞാൻ ആത്മാവി പറയാം, അഭിഷിക്തന്മാർക്ക് പഞ്ഞം വരുത്തുന്ന ദൈവമല്ല. സ്വത്രം പറഞ്ഞാട്ടെ. എല്ലാം മൊരടിച്ചെന്ന് ചിലർ പറഞ്ഞേക്കാം. ദൈവദാസന്മാരുടെ തലമുറ വരെ ദൈവവചനത്തിനകത്ത് ആമേൻ പ്രസംഗിക്കാൻ ഇറങ്ങാതെ മാറിയാലും പ്രതീക്ഷിക്കാത്ത ചിലതിനെ കൊണ്ട് നികത്തുന്ന ഒരു ദൈവത്തെയാണ്. കരമടിച്ച ദൈവത്തെ സ്തുതിച്ച് ഐ ബിലീവ്. ശൂന്യത വരികയില്ല. ദൈവസഭ ശൂന്യമല്ല. അഭിഷിക്തന്മാർ കുറവല്ല. നമ്മുടെ വിശുദ്ധകാരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 14 ദിവസം അത് മനസ്സിലായിരുന്നു. സ്തോത്രം പറ. തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു. തുടങ്ങിയപ്പോൾ തൊട്ട് കർത്താവ് നല്ലവണ്ണം വചനം വന്ന വാളുകൂടെ നമ്മളെ നുറുക്കി. അതൊന്ന് സ്തോത്രം പറയേ. ആ നുറുക്കപ്പെട്ടതിൻ്റെ മേലെ കർത്താവ് ഇന്ന് ആത്മനിറവിനെ പകർന്ന് 1-ാം തീയതി നമ്മൾ തുടങ്ങിയ 1-ാം തീയതി തൊട്ട് എന്നും ഇങ്ങനെ ചാട്ടവും നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നതല്ല. എല്ലാവർക്കും അറിയാം. ഇവിടെ ഉണ്ടായിരുന്നവർക്കറിയാം. ഇവിടെ ദൈവാത്മാവിനോട് വെളിപ്പാടി പറയുന്നൊരു മുൻവിധിയോടെ ആരൊക്കെയോ ഇതിനകത്തിരിക്കുന്നു. അതുകൊണ്ട് 1-2 ചോദ്യം ചോദിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവിനോട് പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവ് ആദ്യ സ്വർഗസീമകളെ വിട്ട് ദൈവസഭയ്ക്കകത്ത് വന്നതെന്നാ? കേട്ടില്ല. പ്രാർത്ഥിക്കാൻ പോവുക. സമയമില്ല. ഏകദേശം എത്ര മണിയായപ്പോഴേ വന്നേ? അപ്പം എന്തൊക്കെ സാടാന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് നല്ല ഉറപ്പാ. ഏകദേശം എത്ര മണിക്കാ വന്നേ? ഏകദേശം പറഞ്ഞാൽ മതി. കറക്റ്റ് ടൈം നമുക്കറിയില്ല. പാത്രോസ് എഴുന്നേറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇവർ വീഞ്ഞു കുടിച്ചെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞത്, സഹോദരന്മാരെ ഇതിപ്പോൾ 3-ാം മണി നേരം മാത്രമേ ആയിട്ടുള്ളൂ. 3-ാം മണി എന്ന് പറയുന്നത് 9 മണിയാണ് രാവിലെ. ഞാൻ വിവരിക്കുന്നൊന്നുമില്ല, ഞാൻ നിർത്തുക. രാവിലെ 9 മണി. 9 മണിക്ക് ഇവർ ആരാധന നല്ല അങ്ങ് ആത്മാവിൽ അങ്ങ് ബലപ്പെട്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 7-7:30 ആകുമ്പോഴാകാം ദൈവാത്മാവ് വന്നത്. മനസ്സിലാക്കുന്നത്? സ്തോത്രം പറ. സ്തോത്രം. അപ്പോൾ ഈ കണ്ടവർക്കല്ല എന്തോ തോന്നി? കേട്ടില്ല. നമ്മുടെ നല്ല ഭാഷ പറഞ്ഞാൽ മതി. വെള്ളം അടിച്ചാന്ന് തോന്നി. അങ്ങനെ നല്ലവണ്ണം കഴിഞ്ഞ ദിവസം കർത്തൃദാസൻ രജീഷ് ആസാങ്കോട്ട പറഞ്ഞതുപോലെ, നീ എങ്ങനെ റിസീവ് ചെയ്യുന്നത്? ഞാൻ തുടങ്ങിയ വാക്ക് അത് തന്നെയാണ്. നീ എങ്ങനെ റിസീവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിൻ്റെ അമ്മ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വെള്ളമടിച്ചാണെന്ന് തോന്നി മുൻവിധിയോടെ പോയി ദൈവസന്നിധിയിൽ ശാപം മേടിക്കാൻ ആർക്കും ഇടയാകരുത്. ഒരു നല്ല സ്തോത്രം പറ. സ്തോത്രം. ഭൂതവാ പ്രേതവാന്നും പറഞ്ഞ് നീ വെറുതെ അടിമേടിക്കാൻ ഇടയാകരുത്. പകർന്നത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണെങ്കിൽ, ശ്രദ്ധിക്കുക വാക്ക്, കൈയടിക്കുന്നതിന് മുമ്പ്, പകർന്നത് പരിശുദ്ധാത്മ പകർച്ചയാണെങ്കിൽ നീ എന്നല്ല, ഈ ലോകത്തെ ഒരു രാജാവിനും ചോദ്യം ചെയ്യാൻ റൈറ്റില്ല. മനസ്സിലായെങ്കിൽ ഒരു നല്ല സ്തോത്രം പറ. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ആത്മാവിൽ യേശുവിൻ നാമത്തിൽ ശാസിക്കുക മുൻവിധികളെ. മനസ്സിലായ ഒരു കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം പറ. ഇന്ന് ആ കെട്ട് പൊട്ടട്ട് പരിശുദ്ധാത്മാവിന് അതിന്റെ ശക്തിയിൽ വ്യാപരിക്കുന്നമായി വ്യാപരിക്കുന്ന മുൻവിധികളെ, മാനുഷ്യ ചിന്താഗതികളെ, മനസ്സിൽ ഊരിത്തിരിയുന്ന ചിന്തകളെ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ഈ ആലയത്തിൽ അത് പാടില്ല. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 14-ാമത് പകൽക്കാലം കർത്തൃദാസനൊക്കെ തവണ മതി അയച്ചല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. സ്തോത്രം. സർവശക്തനായ ദൈവം താൻ നിയോഗം നൽകിയവരെ വിളിച്ച് ആത്മാവിൻ്റെ അധികാരം നൽകി, ആത്മാവിൻ്റെ അഭിഷേകം പകർന്ന്, ആത്മനിയോഗം പകർന്ന്, ആത്മശക്തി പകർന്ന് ആ തലമുറയെ ആത്മാവിൽ നേടേണ്ടതിന് പറഞ്ഞയച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഒരു ദാവീദിന് തൻ്റെ കുടുംബത്തിനകത്ത്, തൻ്റെ ഗോത്രത്തിൻ്റെ മധ്യേ, ജനത്തിൻ്റെ മധ്യേ സ്വർഗം അഭിഷേകം ചെയ്തു വന്ന്, അതെ ദൈവ പൈതലേ, ഈ 14-ാമത് പകൽക്കാലം ഒരു വലിയ നിയോഗത്തിൻ്റെ ദൂത്, ഒരു ശബ്ദം മാത്രമല്ല, അതിന്മേൽ കർത്താവ് പകർന്ന എല്ലാ അഭിഷേകത്തിനും ആത്മനിറവുകൾക്കായി, ആത്മശക്തീകരണത്തിനായി അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.
അല്പസമയം ഒരു സ്തോത്രം പറഞ്ഞ് നിർത്തുകയല്ല. ഇന്ന് ഈ പകൽക്കാലം കർത്താവ് പകർന്ന എല്ലാ വിടുതലുകളും യേശുവിന്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് പകർന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കർത്തൃദാസനെ കർത്താവ് കരങ്ങൾ എടുക്കണനായി പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ കർത്താവിന്റെ ദാസൻ തങ്ങി സാറ് പ്രാർത്ഥിച്ച് ഈ പകൽക്കാലത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഉപവാസ പ്രാർത്ഥന 14-ാമത്തെ പകൽക്കാലത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രങ്ങളെല്ലാം കർത്താവേ വലിയേറെ ഭക്തന്മാരുടെ മധ്യേ അയച്ച് ആവശ്യമായ ദൈവവചനം ഹല്ലേലൂയ ദൈവസഭയ്ക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലത്തെ ശുശ്രൂഷകൾക്കായി കർത്തദാസനെ പ്രത്യേകാൽ നിയോഗിച്ചതിനായി സ്തോത്രം. കർത്താവ് ദിവസങ്ങളിൽ പകർന്ന ഹാലിൽ ശക്തിക്കായി, ബലത്തിനായി, ഹാലിൽ അധികാര കൈമാറ്റത്തിനായി സ്തോത്രം. നസറായനായ യേശുവിനെ ആത്മാവ് ശക്തിയിൽ അഭിഷേകം ചെയ്തതുപോലെ ഒരു അഭിഷേകം കർത്താവെ ജനത്തിന്മേൽ പകർന്നതിനായി സ്തോത്രം. കർത്താവെ, പാമ്പുകളെയും തേളുകളെയും ബലത്തെയും ചവിട്ടുവാൻ ഉള്ള അധികാരം സ്വർഗം പകർന്നതിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ഏറിയ കർത്താവ് വാഞ്ചയോടെ, ഏറിയ കർത്താവ് ദാഹത്തോടെ ആയിരിക്കുന്ന ജനത്തിന്മേൽ സ്വർഗം പകർന്ന കർത്താവെ ശക്തിക്കായി, ബലത്തിന് അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് സന്ധ്യാനപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. എല്ലാ പ്രവൃത്തിയും കർത്താവ് സ്വർഗം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. വൈകുന്നേരം വീട്ടിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവിനെ ശക്തി ഉപയോഗിക്കുമാറാകണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. ഹല്ലേലൂയ. ദൈവസഭ കർത്താവിവാസം കഴിയുമ്പോൾ ഈ ദേശത്ത് ശക്തിയായി അധികാരം കർത്താവ് നടത്തുന്നതായി ഹല്ലേലൂയ സ്തോത്രം. ഭൂതാത്മാക്കളുടെ മേൽ, പൈശക്തികളുടെ മേൽ, കർത്താവ് ലോകാത്മാക്കളുടെ മേലല്ല അധികാരം പ്രാപിച്ചവരായി മുന്നേറുവാൻ സഹായിക്കണം. കരങ്ങളേൽപ്പിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.